ദൈവമാർക്ക് കടക്കാരനല്ലേ അല്ല. നിശ്ചയമായി ദൈവത്തിന്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ അതൊന്നും മുടങ്ങി പോകത്തില്ല. അതതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. പ്രശ്നത്തെ പരിശുദ്ധാത്മ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സഭയെ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സ്വന്തം വ്യാത്മാക്കളെ ദൈവ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സ്വന്തം പ്രസംഗത്തെ, നിന്റെ പാട്ടിനെ, നിന്റെ ആരാധനകളെ ഏറ്റവും മെച്ചകരമായ രീതിയിൽ എന്റെ കർത്താവ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് സഭയെ ദൈവം തിരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ He is a judgment of God. He is a judgment. അതേ, നമ്മുടെ ദൈവം രക്ഷിക്കുന്നവൻ മാത്രമല്ല, അവൻ സ്വന്തം ജഡ്ജ്മെന്റ് ന്യായവിധി നടത്തുന്ന ദൈവമാണ്. അല്ലേ, അതുകൊണ്ട് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ ഞാൻ നിങ്ങൾ ഒരു ദിവസം നിൽക്കേണ്ടി വരുന്നത്. വായിക്കാം ഒരു വേദഭാഗ്യം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി ഒരാൾക്ക് വായിക്കാമല്ലോ. 1 തെസ്സലോനിക്കർ സ്തോത്രം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. 1 തെസ്സലോനിക്കർ 5:18. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തയേശുവിലുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Give thanks in all circumstances, for this is the will of God in Christ Jesus. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഹിതമാണ് നമ്മൾ എല്ലാ സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുക എന്നുള്ളത്. ആമേൻ. സ്തോത്രം. എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് ഇത്രയും ആയുസ് തന്നതിന് എന്ത് ചെയ്യണം? കർത്താവിന് നന്ദി പറയണം. ഹല്ലേലൂയ. നിന്ന് ഈ ആലയത്തിൽ നടന്ന് കയറി വരുവാൻ നമ്മുടെ കാലുകൾക്ക് ബലം തന്നതിന് നന്ദി പറയണം. ഹല്ലേലൂയ. ഇത്രയും ആയുസ് വരെ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നതിന് എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നന്ദി പറയണം. അതുകൊണ്ടാണ് വേദപുസ്തകം ഇങ്ങനെ പറയുന്നത്, അവൻ്റെ വാതിലുകളിൽ എങ്ങനെ വരണം? സ്തോത്രത്തോടും. ഹല്ലേലൂയ. അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരിക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങൾ ഈ വാതിലിനകത്ത് സ്തോത്രം ഹല്ലേലൂയ കയറുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് കയറിയതെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളുടെ മേൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതുകൊണ്ട് ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. എല്ലാ സാഹചര്യങ്ങളിലും ഹല്ലേലൂയ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എല്ലാ സാഹചര്യങ്ങളിലും അത് ചിലപ്പോൾ ഹല്ലേലൂയ ഒന്നും പേഴ്സിൽ പൈസ ഇല്ലാത്ത അനുഭവമായിരിക്കാം, പേഴ്സിൽ പൈസ ഉള്ള അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ നന്മ ഉള്ള സമയമായിരിക്കാം, നന്മ ഇല്ലാത്ത സമയമായിരിക്കാം, ആരോഗ്യം ഉള്ള സമയമായിരിക്കാം, ആരോഗ്യമില്ലാത്ത സമയമായിരിക്കാം, ആത്മാക്കൾ ഉള്ള സമയമായിരിക്കാം, ആത്മാക്കൾ ഇല്ലാത്ത സമയമായി. ഏത് സാഹചര്യത്തിലും ഞാനും നിങ്ങളും ദൈവത്തിന് നന്ദി പറയണമെന്ന് എൻ്റെ ദൈവം എന്നെ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഓൾ ദ സർക്കംസ്റ്റൻസ്, എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിൻ്റെ ആഗ്രഹം ഒരു ദൈവ പൈതൽ, ദാറ്റ് ഇസ് എ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. നന്ദി പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താങ്ക്സ് ഗിവിംഗ് ലീഡ് us to the intimacy with God. ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി അത് കാണിക്കുകയാണ്. അല്ലേ, ഒരാൾ എനിക്കൊരു ഉപകാരം ചെയ്താൽ ഞാൻ ആ വ്യക്തിക്ക് നമ്മൾ സെക്കൻഡ് കൊടുക്കുക, അല്ലേ, താങ്ക്സ് കൊടുക്കുക. കാര്യം ആ വ്യക്തിക്ക് കൊടുത്ത അതിന് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഹോണർ ചെയ്യുകയാണ്, ആ വ്യക്തിയുമായിട്ടുള്ള നല്ലൊരു ബന്ധത്തെ അവിടെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ സർവ്വത്തിൻ്റെ ഉടയവനായ ദൈവം സേവിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അവൻ ചെയ്യുന്ന നന്മകളെ ഓർത്തുകൊണ്ട്, അവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന അനുഭവങ്ങളെ ഓർത്തുകൊണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ആ നന്മകളെ ഓർക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടല്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല ഹോളിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കണം. അനേകർക്ക് നല്ല ഹോളുകളില്ല, നല്ല സിസ്റ്റമില്ല, ഹല്ലേലൂയ, നല്ല ഹല്ലേലൂയ ഇതുപോലുള്ള AC ഇല്ല, ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾക്ക് നല്ല ഹോൾ തന്നു, പറഞ്ഞിട്ടുണ്ടോ നന്ദി? താങ്ക് യു ഫോർ ദിസ് ഹല്ലേലൂയ ചർച്ച്. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഹോളിന് നന്ദി പറയണം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ചെയേഴ്സിന് നന്ദി പറയണം, അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്റത്തിന് നന്ദി പറയണം, അനുഗ്രഹിക്കപ്പെട്ട കീബോർഡിന് നന്ദി പറയണം. എന്തൊക്കെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ACക്ക് നന്ദി പറയണം. എല്ലാത്തിനും ഇതിനകത്ത് വെച്ചിരിക്കുന്ന സകലത്തിനും ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്. ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം.
പക്ഷെ പല ചർച്ചകളിലും ഇല്ലാത്തത് നിങ്ങൾക്ക് ദൈവം തന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകർ ഞങ്ങളുടെ ചർച്ചൊക്കെ ഫാൻ നല്ല എൻ്റെ ചർച്ചിൻ്റെ ഞാൻ കാര്യം പറയാം. എൻ്റെ ഒരു കട്ട കെട്ടിയ ചർച്ച ആയിരുന്നു. കട്ട കെട്ടിയ ചർച്ച, പച്ചക്കട്ടയിട്ട ചർച്ച. പക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചതെന്ന് അറിയാമോ? ഏകദേശം സ്തോത്രം 2-3.5 വർഷത്തോളം ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ ഇരുന്ന് ആ ചർച്ചിനകത്ത് ഫാനില്ല, ലൈറ്റില്ല, കറണ്ടില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഒരു ദൈവദാസന്റെ അസിസ്റ്റന്റായിട്ട് നിന്ന് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല. കാര്യം പുള്ളിയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോയാൽ മതി. ഫുഡ് അടിക്കാം, ബാക്കി എന്ത് ചെയ്യാം, അവർ തരുന്ന സ്തോത്ര കാഴ്ചയിൽ പകുതി നമുക്കും തരും. അതൊരു നല്ല കാര്യമാണ്. ചില വളർത്തുന്ന ദൈവദാസന്മാർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഞാൻ ഹല്ലേലൂയ മാനിക്കുകയാണ്. കാര്യം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഹല്ലേലൂയ അനുഭവത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നത്. കരങ്ങൾ ഉയർത്താമോ? ഹല്ലേലൂയ. ഒരിക്കലും നമ്മളെ വളർത്തിയവരെ ചവിട്ടിത്താക്കരുത്, നമ്മളെ വളർത്തിയവരെ മാനിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ആ ദൈവദാസനെ ഓർത്ത് നന്ദി പറയുന്നു. പക്ഷേ കുറെ കാലം അങ്ങനെ കടന്നു പോയപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഹല്ലേലൂയ ഇങ്ങനെ പോയാൽ ഈ മകൻ എന്ത് ചെയ്യത്തില്ല, പുറത്തു വരികയില്ല. ഹല്ലേലൂയ ഒരു അമൂൽ ബേബി ആയി പോവും, അല്ലേ? സ്വത്ര വളർച്ച പ്രാപിക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തെന്ന് അറിയാമോ? പതുക്കെ ആ ബന്ധത്തെ ദൈവം കട്ട് ചെയ്തു. ഹല്ലേലൂയ. ചില ബന്ധങ്ങളെ ദൈവം കട്ട് ചെയ്തതിനായിട്ട് ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. നിന്റെ വളർച്ചയ്ക്ക് തടസ്സകരമായി, നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സകരമായി, നിന്റെ ഡെസ്റ്റിനേഷന് തടസ്സകരമായി ചില ബന്ധങ്ങളെ ഇന്ന് പകലില് പരിശുദ്ധാത്മാവ് കട്ട് ചെയ്തതിനായി നീ ദൈവത്തിന് നന്ദി പറയണം. കാര്യം അത് നിന്റെ ഉയർച്ചയ്ക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ബന്ധത്തെ കട്ട് ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചർച്ചിനകത്ത് കയറാൻ തുടങ്ങി. ഞാൻ വിവാഹം കഴിഞ്ഞു. ഹല്ലേലൂയ. സ്വത്രം ആ സമയമാണ്. പുറത്തിങ്ങനെ മീറ്റിങ്ങുകളൊന്നുമില്ല. പക്ഷേ എൻ്റെ പ്രാർത്ഥന ലൈഫിനെ ഞാൻ പടുത്തുയർത്തി. ഹല്ലേലൂയ. ഞാൻ വലിയ പ്രാർത്ഥനക്കാരൻ ഞാൻ പറയത്തില്ല, ദൈവം പഠിപ്പിച്ചതാണ്. കാര്യം പ്രാർത്ഥനയാണ് ഒരു ദൈവത്തിന്റെ വളർച്ചയ്ക്ക് കാരണം. പ്രാർത്ഥന ഇല്ലയോ, പ്രയർലെസ് ക്രിസ്ത്യൻ ഇസ് എ പവർലെസ് ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയുള്ള ഒരു ദൈവ പൈതൽ, പ്രാർത്ഥനയുള്ള ഒരു ദൈവസഭ, പ്രാർത്ഥനയുള്ള ഒരു ദൈവ കുടുംബം, അതാണ് ഏറ്റവും ശക്തിയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്തൊക്കെ കുറഞ്ഞാലും ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം, പ്രാർത്ഥന കുറയ്ക്കരുത്. പേഴ്സിൽ പൈസ ഇല്ലാതായിരിക്കുക, പെട്രോൾ അടിക്കാൻ കാശില്ലാതായിരിക്കുക, നിന്റെ കുഞ്ഞിന് ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ ആയിരിക്കുക, എന്തുമായിക്കൊള്ളട്ടെ, സാഹചര്യങ്ങൾ എല്ലാം നെഗറ്റീവ് ആകട്ടെ, പക്ഷെ പ്രാർത്ഥന കുറയ്ക്കരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞാൽ എല്ലാം തകിടം മറിയും. ദൈവമായിട്ടുള്ള ബന്ധമാണ്, ഇന്റിമസിയാണ് പ്രാർത്ഥന. അപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാനായിട്ട് കയറ്റി. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് ഫാനില്ലാത്ത, ഹല്ലേലൂയ സ്വത്രം, ഹല്ലേലൂയ, ആ സ്വത്രം പച്ച മണ്ണ് മാത്രമുള്ള ആ സ്വത്രം ആ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സ്കൂളിൽ കുഞ്ഞിനെ കൊണ്ട് വിട്ടതിന് ശേഷം എൻ്റെ എല്ലാ സമയങ്ങളും രാവിലെ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ വേറെ ദൈവദാസന്മാർ കാണും. ഞങ്ങൾ 2 പേർ കാണും. 2 പേർ ഒരുമിച്ചിരുന്ന് ഹല്ലേലൂയ 2 മണി വരെ, കുഞ്ഞിനെ വിളിക്കേണ്ട സമയം വരെ അവിടെ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു ആർപ്പിന്റെ ജയധ്വനി നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുന്ന പകൽക്കാലത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അവിടെ ഇരുന്ന് കരഞ്ഞ ദൈവസന്നിധിയിൽ ഞാൻ പറയട്ടെ, കണ്ണുനീരിന് ഭയങ്കര പവറാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ ഭാഗത്ത് നിൽക്കുന്ന എൻ്റെ മാതാവിൻ്റെ കണ്ണുനീരൊക്കെയാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ കഴിവുകൊണ്ട് ഇതിനകത്ത് വന്നതല്ല. ഒരു കാലത്തെ ചൂട്ടും കത്തിച്ച് ഞങ്ങൾ ഇടുപ്പിലിരുത്തി. ഹല്ലേലൂയ സ്വത്രം, ഹല്ലേലൂയ, ആ സ്വത്രം, ഹല്ലേലൂയ എന്താ ചർച്ചുകളിൽ കൊണ്ടുപോയിരുന്നു. ഹല്ലേലൂയ. അന്ന് അവർ നമുക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞത് കൊണ്ട് ഇന്ന് ഹല്ലേലൂയ ദൈവവചനത്തെ എടുപ്പാൻ കർത്താവ് കൃപ ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തലമുറകളില്ല, തലമുറകൾ കേൾക്കട്ടെ. ഒരു കാലത്ത് നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുവെങ്കിൽ തലമുറകളിൽ ഞാൻ പറയട്ടെ, തലമുറകൾ ഈ ദിവസങ്ങളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി ശക്തിയോടെ ഉപവസിച്ച് കരയണം. ഹല്ലേലൂയ. അവർ ദീർഘായുസോടെ ഇരിക്കണം. നിങ്ങളുടെ നന്മ കണ്ടിട്ട് വേണം ടാറ്റ ഇവിടെന്ന് പറയാൻ. ഹല്ലേലൂയ. ഏറ്റ കിടപ്പ് രോഗിയാകരുത്. എൻ്റെ മാതാവ് മരിക്കുന്നെങ്കിൽ നന്നായിട്ട് മക്കളുടെ ഭാവി ഉയർന്ന തലങ്ങൾ കണ്ട് ഹല്ലേലൂയ പ്രത്യാശയോടെ എൻ്റെ മക്കളെ ഹല്ലേലൂയ ഞാൻ വളർത്തിയത് തിന്മയ്ക്കായില്ല, നന്മയ്ക്കായെന്നുള്ള സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിന് ഈ ദിവസങ്ങൾ തലമുറകളോട് ഞാൻ പറയട്ടെ, തലമുറകൾ ശക്തിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. കാര്യം അവർ ഒരു നാൾ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് ഉപവസിച്ച് കരഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലെത്തിയത്, അല്ലേ? എത്ര കണ്ണുനീരൊഴുക്കി നമ്മൾ അറിയത്തില്ല. നമ്മൾ അറിയാതെ തന്നെ രാത്രിയാമങ്ങളിൽ അവർ നമുക്ക് വേണ്ടി
ഒഴുക്കിയത് കൊണ്ട് ഹല്ലേലൂയ രാത്രിയാമങ്ങളിൽ അവർ നമുക്ക് വേണ്ടി അവരുടെ വയറിനെ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഇന്ന് വേദികളിലേക്ക് കടന്നു വന്നത്. ഞാൻ പറയാം, നമ്മുടെ കഴിവല്ല, മിടുക്കല്ല. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരുക്കിയ കണ്ണുനീരിൻ്റെ ഒറ്റയ്ക്ക് ഒരിക്കലും മിനിസ്ട്രി ചെയ്യാൻ പറ്റുകയല്ല. അനേകരുടെ കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തെ ഇത്രത്തോളം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ കണ്ണുനീർ ഹല്ലേലൂയ ഒരുക്കിയാൽ ഞാൻ പറയട്ടെ, അതിന് വിലയുണ്ട്. ഹല്ലേലൂയ. അതിലെ പാട്ടുകാരൻ പാടുന്നത്, കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്, തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നു രേശുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണുനീരിന് നല്ല വിലയുണ്ട്. അത് തുരുത്തിക്കകത്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എത്രത്തോളം നമ്മൾ ഏത് വിഷയത്തിന് കണ്ണുനീരൊഴുക്കിയോ ആ വിഷയത്തിൻ്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കണ്ണുനീരോടുള്ള പ്രാർത്ഥന നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ, അറ്റ്മോസ്ഫിയറിനെ മാറ്റുവാൻ ശക്തിയുള്ളതാണ് പ്രാർത്ഥന. കണ്ണുനീരോടുള്ള പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആ മാതാപിതാക്കളുടെ കണ്ണുനീരാണ് ഇത്രത്തോളം എത്തിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്. ഒന്നുമായിട്ടില്ല എങ്കിലും അനേക ഹല്ലേലൂയ വ്യക്തികൾ വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിലും വീഴാതെ നിർത്തുന്നത് ചില മാതാപിതാക്കളുടെ കണ്ണുനീര്, സഭയുടെ ഹല്ലേലൂയ ശക്തമേറിയ പ്രാർത്ഥന, ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഈ കാലഘട്ടത്തിൽ ശക്തിയോടെ നിർത്തുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ ഒരു കഴിവുമല്ല, ഹല്ലേലൂയ അനേകരുടെ പ്രാർത്ഥന തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരായി നാം മാറുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് നാം നന്ദി പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അത് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിലേക്ക് അത് കടന്നു വരികയാണ്. ദൈവം ഒരാഴ്ച പ്രിയാൻഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് താൻ ഇത്രയും എക്സൈറ്റഡ് ആയത്? കാര്യം തന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരം ഹല്ലേലൂയ ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. താൻ ശക്തിയോടെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇത് തന്നെയാണ് സംഭവം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഇല്ലായ്മയുടെ നടുവിലും വല്ലായ്മയുടെ നടുവിലും ഞാൻ നിങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന ആ ഉപകാരത്തെ ഓർത്ത് നന്ദി പറയുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ഇവിടെ സ്തോത്രം ഹല്ലേലൂയ. അതിൻ്റെ ഈ താങ്ക്സ് ഗീവിംഗ് എന്നതിന് യദ്ഹ എന്ന ഒരു ഹീബ്രു മീനിങ് ആണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻറ്റിമസി, ദൈവവുമായിട്ട്, അതായത് ടു അക്നോളജ് ആൻഡ് പ്രൈസ് ആർ ഗീവ് താങ്ക്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്ന അനുഭവത്തെയാണ് ആ മീനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഒരു ഇൻറ്റിമസിയെ, ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി അത് കാണിക്കുകയാണ്. അപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ വന്ന് നാം ഇരുന്ന് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യത്തെ, ആ പോർട്ടലിനെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്, ഓപ്പറേറ്റ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ദൈവ സാന്നിധ്യം ഓപ്പറേറ്റ് ആകുന്നത് നിന്റെ ജീവിതത്തിൽ? ദൈവ സാന്നിധ്യം ഓപ്പറേറ്റ് ആകുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ ദൈവ പാദപീഠത്തിൽ വന്ന് നന്ദി പറയുമ്പോൾ നിന്റെ മേൽ സ്വർഗം തുറക്കപ്പെടുന്നു, ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ഇനി ചർച്ചിൽ വരുമ്പോൾ എങ്ങനെ വരണം? അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും അവൻ്റെ സ്തോത്ര വാതിലുകളിൽ എത്തുമ്പോൾ തൻ്റെ സ്തോത്രം പറഞ്ഞുകൊണ്ട് വേണം ആലയത്തിൻ്റെ അകത്തളത്തിൽ നീ പ്രവേശിപ്പാൻ. നീ സ്തോത്രം നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഹല്ലേലൂയ നീ പുറത്തിറങ്ങി, ഞാൻ ആലയത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ആലയത്തിൻ്റെ വാതിൽ കാൽ വയ്ക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം, നീ നന്ദി പറയുമ്പോൾ ദൈവ സാന്നിധ്യം നിന്റെ മേൽ പകരപ്പെടുകയാണ്. അതിൽ പരം ഭാഗ്യം എന്താണ് നമുക്ക് വേണ്ടത്? ദൈവ സാന്നിധ്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ദൈവ സാന്നിധ്യമാണ്, ദൈവ ബന്ധമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് അതൊരു റിലീജിയൻ അല്ലല്ലോ, അതൊരു ബന്ധത്തിൽ നിന്ന് തുടങ്ങുന്നതാണല്ലോ. ഞാനും എൻ്റെ പപ്പായും തമ്മിലുള്ള ബന്ധം. ഒരു കാലത്ത് ഈ ലോകത്തിന് വേണ്ടി, ഈ പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ചിരുന്ന നമ്മെ അവൻ്റെ പുത്രനാക്കി, അവൻ്റെ മകനും മകളുമാക്കി നല്ലൊരു ബന്ധം തന്നതിനായി കരങ്ങളെ ഉയർത്തി ആ കർത്താവിനെ സ്തുതിക്കട്ടെ. ഒരു ബന്ധമില്ലാതിരുന്ന സ്ഥാനത്ത് കാൽവറി ക്രൂശിലെ രക്തം തന്ന് അവനുമായി ഹല്ലേലൂയ നാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവാക്കി മാറ്റിയ എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ.
ഒരു യോഗ്യതകളുമില്ല അല്ലേ? പാപത്തിന്റെ ചേറ്റിൽ കിടന്ന് നമ്മെ ഒരു യോഗ്യതയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവഭോഷത്വമായത് തെരഞ്ഞെടുത്തു. നമ്മൾ തെരഞ്ഞെടുത്തതല്ല. ഹി ചൂസൺ us. അവൻ നമ്മളെ തെരഞ്ഞെടുത്തു. അവൻ നമ്മളെ മാന്യനെന്ന് തോന്നി. അവൻ നമ്മളെ വിശ്വസ്തരെന്ന് തോന്നി. അവൻ നമുക്ക് കൊള്ളാകുന്നവനെ തോന്നി. അവൻ ഹൃദയപ്രകാരം മനുഷ്യനുള്ള എന്ന് തോന്നി. അവൻ നമ്മളെ ഈ പാപത്തിന്റെ പടികുടിയിൽ നിന്ന് പിക്ക് ചെയ്തെടുത്തതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് അവൻ കൊള്ളത്തില്ല, ഇവൻ പേഴ്സണാലിറ്റി ഇല്ലാത്തവൻ, ഇവൻ കഴിവില്ലാത്തവൻ, ഇവൻ യാതൊന്നിന് കൊള്ളാത്തവനെന്ന് തള്ളിക്കളഞ്ഞപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് എൻ്റെ ദൈവം എന്നെ നിങ്ങളെയും വിലയേറിയവനായി കണ്ടു. അതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ദൈവമാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പിനായി സ്വന്തം നന്ദി പറഞ്ഞാണ്. കർത്താവേ, നീ എന്നെ തെരഞ്ഞെടുത്തതിനായി ഗീവ് താങ്ക്സ്. താങ്ക് യു ജീസസ്. അനേക എന്നെക്കാൾ ഗ്ലാമർ ഉള്ളവർ, എന്നെക്കാൾ പഠിപ്പുള്ളവർ, എന്നെക്കാൾ സ്തോത്രം ഹല്ലേലൂയ നല്ല സ്തോത്ര പ്രാഗൽഭ്യമുള്ളവർ ഹല്ലേലൂയ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ആ അഗ്നിജ്വാലക്കത്തെ കണ്ണ് നോക്കിയോ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തിയുടെ ഉദരത്തിൽ ഞാൻ ജനിക്കണമെന്ന് ദൈവം എന്നെ മുൻപേ കണ്ടതിനാ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ മരിച്ചു പോകേണ്ട, അല്ലെങ്കിൽ എന്നെ അബോർട്ട് ചെയ്ത് കളയേണ്ട സാഹചര്യങ്ങളായിരുന്നു. പക്ഷേ ദൈവം എന്ത് ചെയ്തില്ല? അബോർഷനായിട്ട് കൊടുത്തില്ല. കുഞ്ഞ് വേണ്ട, മൂന്നാമത്തെ കുഞ്ഞാണ് ഞാൻ, ഏറ്റവും ഇളയവനാണ്. അപ്പോൾ സ്വതന്ത്രം എന്ത് ചെയ്തു? അവരുടെ പ്രത്യേക സാഹചര്യങ്ങൾ വന്നപ്പോൾ ഇനി ആ കുഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് അതിന് അബോർട്ട്. പക്ഷേ ദൈവം എത്ര ഗുളിക കഴിച്ചിട്ടും അബോർട്ട് ചെയ്യാൻ കാര്യം, ഞാൻ ജനിക്കാൻ ദൈവം പദ്ധതി ഇട്ടെങ്കിൽ ആർക്കായി എന്നെ തകർക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം ജനിപ്പിക്കാൻ ഒരുവനെ സ്തോത്ര പദ്ധതി ഇട്ടുവെങ്കിൽ ആ ജനനത്തെ തടയുവാൻ ഒരു അന്ധകാര ശക്തിക്കും കഴിയത്തില്ല. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം തുടങ്ങി വെച്ചാൽ അതിനെ തടുക്കാൻ ഒരു ശക്തിക്ക് ഇന്ന് രാവിലെയോ കഴിയാതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പദ്ധതികൾ നടക്കും. ഹല്ലേലൂയ. ഈ സെപ്റ്റംബർ മാസം ഹല്ലേലൂയ, ഈ മൂന്നാമത്തെ ആഴ്ച വിളിച്ചു പറ ഹല്ലേലൂയ. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ലുകടി ചുരുക, അവന്റെ ആശ നശിച്ചു പോകും. പക്ഷെ ഇന്ന് പകലില് ഗോഡ്സ് പ്ലാൻ ആൻഡ് പദ്ധതി, അവന്റെ പർപ്പസ്, അവന്റെ പ്ലാനുകൾ ഇന്ന് പകലില് നിന്റെ കുടുംബത്തിൽ, നിന്റെ ചർച്ചിൽ, നിന്റെ എല്ലാ മേഖലകളിലും പിശാചിന്റെ പദ്ധതികളല്ല, ദൈവിക പദ്ധതികൾ ഇന്ന് പകൽ ഓപ്പൺ ആകുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയ കരമടിച്ച് ആ ദൈവിക പദ്ധതികൾക്കായി സ്തോത്ര. ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവം ചെയ്ത എല്ലാ പദ്ധതികളെ പിശാചിന്റെ പദ്ധതികളെ മാറ്റിയിട്ട് ദൈവിക പദ്ധതികൾ നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വെളിപ്പെടുത്തിയതിന് ഇന്ന് പകൽ നന്ദി പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി ആ സെപ്റ്റംബർ മാസം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. സെപ്റ്റംബർ 1 to 30 എല്ലാ ദിവസങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഒരു ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനാ സ്റ്റൈലിലേക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നെ ടച്ച് ചെയ്തതാണ്. ആ സ്തോത്രം എല്ലാ ദിവസങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. സെപ്റ്റംബർ 30 ഉണ്ടോ, അടുത്ത ഒക്ടോബർ വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒക്ടോബറിൻ്റെ എല്ലാ ദിവസങ്ങളും തകർച്ചകളല്ല, ഉയർച്ചകൾ തന്നെ പ്രാപിക്കും. ദൈവഹിതമുള്ളത് സംഭവിക്കട്ടെ. പക്ഷെ പിശാചിന്റെ ഹിതമൊന്നും നിന്റെ ജീവിതത്തിൽ ഒക്ടോബറിൽ സംഭവിക്കരുത്, നവംബറിൽ സംഭവിക്കരുത്, ഡിസംബറിൽ സംഭവിക്കരുത്. പിശാചിന്റെ യാതൊരു പ്ലാനുകളും പദ്ധതികളും സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നവംബറിലോ ഡിസംബറിലോ സംഭവിക്കാതിരിക്കാൻ ഉണർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല പൈശാചിക മേഖലകൾ എത്ര ശക്തിയോടെയാണ് ദൈവസഭയ്ക്കെതിരെ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ, വിശ്വാസ കുടുംബങ്ങൾക്കെതിരെ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ലീഡറിന് ഉറങ്ങാൻ പറ്റുകയില്ല, ഒരു ലീഡറിന് സ്വന്തം ഹല്ലേലൂയ ഉഴപ്പി ദൈവവേല ചെയ്യാൻ പറ്റുകയില്ല. അത്രയും ശക്തിയോടെ നിന്നെങ്കിൽ മാത്രമേ അന്ധകാര ശക്തികളോട് ഹല്ലേലൂയ ജയിച്ചത് മുന്നേറാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഞാനൊരു സഭ നടത്തുമ്പോൾ നമുക്കറിയാം സഭയുടെ പെയിൻ എത്രയാണെന്ന്. ഒരു വിശ്വാസി ഹല്ലേലൂയ സക്ക സമയത്ത് വന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ എപ്പോഴും നമ്മുടെ കോൺസെൻട്രേഷനെ മാറിപ്പോവും. ഹല്ലേലൂയ. ആരാധന മാറിപ്പോവും. ഹല്ലേലൂയ. ഞാൻ പറയും നിങ്ങൾക്ക് 1 കോടി രൂപ ഇന്ന സ്ഥലത്ത് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിങ്ങൾ അവിടെ പഞ്ച്വാലിറ്റിയിൽ എത്തിയിരിക്കും. പക്ഷെ ദൈവസഭയിൽ വരാൻ മാത്രം ഇന്ന് എൻ്റെ സഭയുടെ കാര്യമാണ് പറഞ്ഞത്. പലരുടെ വേദനയോടെ ഞാൻ പറയും, എൻ്റെ സഭയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വരും.
പക്ഷേ എൻ്റെ സഭ ഇച്ചിരി ഹല്ലേലൂയ ഇത് ഇറങ്ങി താഴോട്ട് വരാം. എൻ്റെത് ഒരു മലയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. പാവ അമ്മച്ചിമാരൊക്കെ അവിടെ വന്നാൽ വരേയില്ല. ഹല്ലേലൂയ. അങ്ങോട്ട് കയറാൻ പറ്റുകയില്ല, കാലിന് മുട്ടൊക്കെ വേദനിക്കും. എങ്കിലും അവരൊക്കെ ആ മല ചവിട്ടി കയറി വന്നാണ് ആരാധനയ്ക്ക് അവിടെ ഇരിക്കുന്നത്. ഞാൻ കർത്താവേ അവിടെ മുട്ടുകൾക്ക് യാതൊരു വേദന ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. കാര്യം എന്നും കയറി വരണം. ഇത് കണ്ടിട്ട് ഈ മല കണ്ടെന്ത് ചെയ്യരുത്, മടുത്തു പോകരുത്. കയറി പോകുന്നത്. ഹല്ലേലൂയ. അവർക്ക് ഒരു പെയിനും ഇല്ല. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ അങ്ങനെ ഒരു ത്യാഗ മനസ്സോടുകൂടെ ഞാൻ നിങ്ങൾ തയ്യാറായാൽ നിശ്ചയമായിട്ട് ദൈവം നിങ്ങളെ മാനിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം പ്രായമുള്ള മാതാപിതാക്കളാണെങ്കിലും നിങ്ങളുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നല്ലോ. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവ സാന്നിധ്യം, നന്ദി പറയുമ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരികയാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ ആരാധനകളിൽ ഓർത്ത് നന്ദി പറയും. ഓട്ടോമാറ്റിക്കലി ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. ദൈവ സാന്നിധ്യത്തെ വഹിക്കാൻ ഹല്ലേലൂയ ഒരു ഓപ്പൺ ഡോറാണ് ഗീവ് താങ്ക്സ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ ഓപ്പൺ ചെയ്തതാണ് നന്ദി പറയുക എന്നുള്ള അനുഭവം. ഹല്ലേലൂയ. നിങ്ങൾ നന്ദി പറയുമ്പോൾ ദൈവ സാന്നിധ്യം ആ വിഷയത്തിൻ്റെ മേൽ, അതുകൊണ്ടാണ് വേദപുസ്തകം പറയും നിങ്ങൾ സ്തോത്രത്തോടുകൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്, എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ആ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി തീരും. ഇന്ന് പകലിൽ നിങ്ങൾ ഭാരപ്പെടുന്ന എന്ത് വിഷയമുണ്ട്, ആ വിഷയത്തെ ദൈവകരങ്ങളിൽ വെച്ച് സ്തോത്രം പറയാൻ തുടങ്ങിക്കോ. ഒരു വലിയ ദൈവിക സമാധാനം ആ വിഷയ സകല ബുദ്ധിയെ കവിയുന്ന ഒരു ദൈവിക സമാധാനം ആ വിഷയത്തിന്റെ അകത്തളത്തിൽ ഇന്ന് പകല് ഇറങ്ങി വരുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിഷയം കണ്ടിട്ട് നമ്മൾ പിന്നാറി പോകുകയല്ല. ആ വിഷയത്തെ എന്ത് ചെയ്യണം? ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമല്ലോ. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അത് ഇംഗ്ലീഷ് അല്ല വേർഷൻ നമ്മൾ വായിക്കുമ്പോൾ ജീസസ് then took the loaves and having given thanks, അതായത് അത് എടുത്തു വെച്ചിട്ട് ദൈവം എന്താ പറഞ്ഞേ? നന്ദി പറഞ്ഞെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഉള്ളതിന് നന്ദി പറഞ്ഞാൽ അത് വർധനവിലേക്ക് കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഉള്ള കൈക്ക്, ഉള്ള കാലിന്, ഉള്ള ഹാർട്ടിന്, ഉള്ള ലിവറിന്, നിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അതിനൊക്കെ ഇന്ന് പകലിൽ നന്ദി പറയുകയാണെങ്കിൽ അതിനകത്തുള്ള രോഗങ്ങളെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അതിനടുത്ത പ്രശ്നങ്ങളെ മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അത് വർദ്ധിക്കുകയല്ല, അതിനെ സ്വന്തം ഞാൻ നീക്കം ചെയ്ത് നിന്നെ ശുദ്ധിയുള്ളതാക്കി ആരോഗ്യമുള്ള ശരീരം തരാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നന്ദി പറയുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. നന്ദി പറയുക. നല്ല ഹാർട്ട് ദൈവം തന്നില്ലേ? അനേകർ ഹാർട്ട് ഹല്ലേലൂയ സ്വത്രം ഹല്ലേലൂയ എന്താ ചെയ്യുന്നത്? അതിനുള്ള ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തി ചില ഹല്ലേലൂയ സ്വത്രം എന്തൊക്കെയോ ഉപകരണങ്ങൾ വെച്ചാണ് ഹാർട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തില്ല? നമുക്ക് നല്ല ഹാർട്ട് ദൈവം തന്നല്ലേ. 60, 70, 75 വർഷം കൊണ്ട് ഇത് നന്നായി ഇടിക്കുന്നുണ്ടല്ലോ. ഇത് ഇതുവരെ നിന്നിട്ടില്ലല്ലോ. എത്ര ദിവസം നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഈ നെഞ്ചിടിപ്പ് നിൽക്കാതെ എന്നെ നിർത്തിയിരിക്കുന്നതിനായി അത് നല്ല ഒന്ന് സ്റ്റോപ്പായിരുന്നെങ്കിൽ, ഒരു നിമിഷം വേരിയേഷൻ സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്നെ ഈ ലോകത്തോട് മാറ്റപ്പെടുമായിരുന്നു. കഴിഞ്ഞ 65 ദിവസങ്ങൾ, 65 വർഷങ്ങൾ, 75 വർഷങ്ങൾ, 35, 42 ഇത്രയും വർഷം വരെ ഇത് ഇന്നും ശക്തിയോടെ ഇടിക്കുന്നതിന് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. അനേകർക്ക് കൈ പാരലൈസ്ഡ് ആണ്. കിടക്കയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നെ നിങ്ങളെ ഇന്ന് പാരലൈസ്ഡ് ആക്കാതെ കയ്യെ കാലിനെ ഹല്ലേലൂയ ബലത്തോടെ നിർത്തിയല്ലോ. അതിന് നാം ദൈവത്തിന് നന്ദി പറയണം. നല്ല അനുഗ്രഹിക്കപ്പെട്ട കണ്ണുകൾ. എത്രയോ പേർ അന്ധതയിൽ ജീവിക്കുന്നു. ഇന്നും സ്വന്തം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ലോകത്തെ കാണാൻ കഴിയാതെ, ബൈബിൾ വായിക്കാൻ കഴിയാതെ എത്ര പേരായിരിക്കുന്നു. പക്ഷെ നല്ല കണ്ണുകൾ ദൈവം തന്നില്ലേ? ഈ ദിവസങ്ങൾ ദൈവത്തിന് നന്ദിയുള്ളവരാകണം. ഹല്ലേലൂയ. ഇത്ര ബ്യൂട്ടിഫുൾ ഐസ് വന്നിട്ട് പോലും വചനം വായിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ. വാർത്തയും സീരിയലും കാണാൻ ഈ കണ്ണ് ഉപയോഗിക്കും. പക്ഷേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇറ്റ്സ് പറഞ്ഞല്ലോ ലവ് ലെറ്റർ. ഞാൻ പറയും ഇറ്റ് ഇസ് എ ടോക്കിംഗ് ബൈബിൾ. ഇത് സ്വന്തം നമ്മളോട് സംസാരിക്കുന്ന വചനമാണ്. നീ അവരോട് ഇത് വായിക്കുമ്പോൾ മനോരമയും പൂമ്പാറ്റയും പോലെയല്ല. ഇത് നീ സംസാരിക്കുമ്പോൾ ഇതിനകത്തുള്ള ചില വചനങ്ങൾ നിന്നോട് ഇടപെടും. ഓ, എത്ര പേർ അത് അതല്ലേ? അതാ ജീവിക്കുന്ന ലിവിംഗ് വേർഡ് ഓഫ് ഗാഡ്. ഇത് ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമത്രേ. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതാണ്. അപ്പോൾ നീ ഇത് വായിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുക? ജീവനും ചൈതന്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കണം. ഹല്ലേലൂയ. അമ്മ
അമ്മമാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളൊക്കെ ബൈബിൾ വായിക്കുന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇത് വായിക്കുമ്പോൾ തന്നെ അതല്ലേ സ്തോത്രം. ദൈവമേ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നോട് ഇടപെടണമേ, സംസാരിക്കണമേ. അങ്ങനെ പ്രാർത്ഥിച്ച് നമ്മൾ വേദപുസ്തകം തുറക്കുമ്പോൾ എത്രയോ സ്തോത്രം തവണ പരിശുദ്ധാത്മാവ് നമ്മളോട് വചനത്തിലൂടെ ശക്തിയോടെ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നല്ല കണ്ണുകൾ തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല അത് വചനം വായിക്കാൻ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കണം. രണ്ട് കാലുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരം മുഴുവന് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നന്ദി പറയാൻ നമ്മൾ മടിക്കരുത്. ഹല്ലേലൂയ. അനേക ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താണ് ഓരോ കിഡ്നി എത്ര ലക്ഷം രൂപയാണ് മാറ്റി വെക്കുന്നല്ലേ. ദൈവമേ പറയണം, ഒരിക്കലും എൻ്റെ കിഡ്നി തകരാറായി പോകാൻ അനുവദിക്കരുത് അപ്പ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം, നന്ദി പറയണം. ഹല്ലേലൂയ. നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാലേ, എന്തൊക്കെ വിഷയങ്ങളാണ്. പക്ഷേ ഈ 42, 60, 70, 30, 35, 40 വയസ്സ് വരെ എല്ലാം നന്നായി പ്രവർത്തിപ്പാൻ ദൈവം കൃപ തന്നല്ലോ. ഓടുവാൻ കൃപ തന്നല്ലോ. ഇന്ന് പകൽ ഞാൻ എത്ര പേർ അപ്പായിക്ക് നന്ദി പറയും. ഹല്ലേലൂയ. എന്നെ നിർത്തിയതിനായി, എന്നെ ഒരു അത്ഭുതമാക്കിയതിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. എപ്പോഴേ തകർന്നു പോകേണ്ടതെന്നോ നമ്മൾ. ഹല്ലേലൂയ. എപ്പോഴേ വീണു പോകേണ്ടത് വരുന്നതാണ് നമ്മൾ. പക്ഷെ ദൈവം ഹല്ലേലൂയ പിശാചിന് വിട്ടുകൊടുത്തില്ല. അതാ പാട്ടുകാരൻ പാടുന്നത്. ഹല്ലേലൂയ. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സർപ്പൂരം നീ അണയും വാരയും. ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സർപ്പൂരം നീ അണയും വാരയും. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരണഭയം വേണ്ട കേട്ടോ. ദൈവം നിങ്ങൾക്കൊരു ആയുസ് തന്നെങ്കിൽ ആ ആയുഷ്കാലം പൂർത്തീകരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം ഒരു ആയുസ്, നിങ്ങൾക്ക് ജനിപ്പാൻ ഒരു ആയുസ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മരിപ്പാനും ഒരു ആയുസ് ദൈവം വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ഇമ്മച്വർ ഡെത്തുകളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. അകാരണമായ മരണങ്ങൾ, രോഗങ്ങൾ കൊണ്ട്, ആക്സിഡന്റുകൾ കൊണ്ട്, മറ്റു പല രീതികളിലേക്ക് നിന്റെ കുഞ്ഞിന്റെ മേൽ, നിന്റെ ഭാര്യയുടെ മേൽ, നിന്റെ ഭർത്താവിന്റെ മേൽ പിശാച് കൊണ്ടിടുന്ന എല്ലാ ഡെത്തിലെയും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുക. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ ഒരു രോഗങ്ങൾക്ക്, ഒരു ആക്സിഡന്റുകൾക്ക്, ഒരു മറ്റുള്ള മരണശക്തികൾക്ക് എന്റെ കുഞ്ഞുങ്ങളെയോ തൊടാൻ അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സർവ ഇമ്മച്വർ ഡെത്തുകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കണം. ഇമ്മച്വർ ഡെത്തുകൾ ദൈവഹിതമാണെങ്കിൽ സംഭവിക്കട്ടെ. കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്ലൂട്ടിസ്റ്റ്, നല്ല സ്തോത്രം, ഹല്ലേലൂയ, സംഗീത ലോകത്തിൻ്റെ അഭിഷിക്തൻ, അത് ദൈവഹിതമാണ് തൻ്റെ ഹല്ലേലൂയ മരണം. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അത് ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ കറക്റ്റ് ടൈമാണ്. എൻ്റെ ചർച്ചിൽ 2 മരണങ്ങളാണ് 6, 7, 8 മാസങ്ങൾ നടന്നത്. 5 ദിവസം കൊണ്ട് ഹല്ലേലൂയ പെട്ടെന്ന് ഒരു ആൻറ്റി, ഹല്ലേലൂയ, എൻ്റെ ചർച്ചിൽ ഏറ്റവും നല്ല ആക്ടിവേറ്റ് ആയിട്ട് നിന്ന ഒരു ആൻറ്റി, എല്ലാ കാര്യങ്ങൾക്കും ഫുഡ് ഉണ്ടാക്കുന്നതിൽ, മീറ്റിംഗ് വെക്കുന്നതിൽ നല്ല പാടുന്ന ഒരു ആൻറ്റി. ഹല്ലേലൂയ. ഏകദേശം ഒരു 52 വയസ്സ് വരും. പക്ഷേ അവർ നല്ല പാടുന്നവരാണ്. പക്ഷേ പെടുന്നതിനെ ഒരു രോഗം തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകദേശം 2 ദിവസമാണ് ഈ ഹോസ്പിറ്റലിൽ കടന്നത്. അതിനുശേഷം വേഗത്തിൽ മരിച്ചു. ഞാൻ ഷോക്കായിപ്പോയി. കാര്യം സ്തോത്രം, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ അവരെ വീണ്ടെടുക്കാൻ കഴിയാതെ വണ്ണം പെട്ടെന്ന് ഈ ലോകത്തോട്. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവം സ്തോത്രം വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ദൈവത്തിൻ്റെ ഹിതവും ദൈവത്തിൻ്റെ വില്ലുമാണ്. പക്ഷേ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ മരണത്തിന് ഏൽപ്പിക്കപ്പെടുവാൻ അനുവദിക്കരുത്. പ്രാർത്ഥിക്കണം, കർത്താവ് എവിടെയായിരിക്കുന്നു, കർത്താവിൻ്റെ ഹല്ലേലൂയ ആയുസ് വരെയും മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ആയുസ് വരെയും യാതൊരു പൈശാചിക മേഖലകൾ, യാതൊരു
മന്ത്രവാദങ്ങൾ, മറ്റുള്ള പൈശാചിക ശക്തികൾ ഒരിക്കലും അവരുടെ ആത്മാവിനെയോ പ്രാണനെയോ തൊടാതിരിപ്പാൻ ഈ ദിവസങ്ങൾ സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. സഭ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അല്ല, അവരുടേതായ ദൈവത്തിന്റെ സമയത്തിലല്ലാതെ അവർ ഈ ലോകം വിട്ട് പോകാൻ ദൈവം അനുവദിക്കണം. ഹല്ലേലൂയ. അല്ലാതെ പോകാൻ അനുവദിക്കരുത്. അത് നമ്മുടെ സിമ്മേദാരിയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഡെത്തുകൾ സംഭവിക്കാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ വചനം എന്നെ വചനം പറയാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഒരു ദൈവദാസനുണ്ട്, കോട്ടയത്താണ്, ജേക്കബ് ജോൺ എന്ന് പറയുക. തൻ്റെ 3.5 വയസ്സുള്ള മകൻ ക്യാൻസറാൽ ബാധിക്കപ്പെട്ട് ഈ RCCയിൽ വന്നു. ഒത്തിരി ഞങ്ങൾ പ്രാർത്ഥിച്ചു, കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു. ഹല്ലേലൂയ, ഒത്തിരി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ആ മകന് അപ്പോൾ ഹല്ലേലൂയ, അവൻ ഭയങ്കര ഈ അറിയാമല്ലോ, ക്യാൻസറിൻ്റെ മരുന്ന് ഭയങ്കര വീര്യമുള്ളതാണ്. ഹല്ലേലൂയ. ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞിട്ട് അതൊരു വെടിമരുന്നിൻ്റെ ശക്തിയുള്ളതാണ്. അപ്പോൾ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ആ വ്യക്തി വല്ലാത്ത രീതിയിൽ വയലൻ്റ് ആകാൻ സാധ്യത. അപ്പോൾ ഈ കുഞ്ഞ് ദേഹത്തൊക്കെ വന്ന് കടിക്കും. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്താലും നമ്മളൊന്നും പറയല്ല, കാര്യം അസുഖം ഇതാണല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ആ മനുഷ്യൻ തകർന്നൊരു മനുഷ്യനായി കർത്താവിൻ്റെ വേലയിൽ ശക്തിയോടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. 2 മക്കളുണ്ട്. 2 മക്കളിൽ ഇളയ പൈതലാണ് ഈ പൈതൽ. അപ്പോൾ ഈ പൈതൽ ഇങ്ങനെ ഈ പൈതലിനെ ചികിത്സിച്ചു. RCCയിൽ ഒത്തിരി നാൾ ചികിത്സിക്ക് ശേഷം ഹല്ലേലൂയ, ഈ അസുഖം ഭേദമായെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ ഒരു വാടക ഭവനം, നമുക്കറിയാം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ RCC അവർ വാടകയ്ക്ക് വീടെടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കഴിയുന്ന പോലെ ഞാനും രാത്രി യാമങ്ങളിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഹല്ലേലൂയ തീർന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ച് ദൈവം വിടുതൽ കൊടുത്തെന്നുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അത് കണ്ണിലേക്ക് കയറുവാൻ തുടങ്ങി. ഹല്ലേലൂയ. കണ്ണിൽ വന്നിട്ട് കണ്ണത് വലുതായി വന്നു. പിന്നെ നേരെ വെല്ലൂരിലേക്ക് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു അവിടെ വെച്ചാണ് ആ കുഞ്ഞ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് നമ്മൾ പ്രയാസപ്പെട്ടു. കർത്താവ്, ഞാൻ അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ പാട്ടൊക്കെ വല്ലാത്ത സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. പെട്ടെന്ന് തന്ന വചനമാണ്, ഇൻ ഓൾ സർക്കംസ്റ്റൻസസ് ഗീവ് താങ്ക്സ് ടു ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിനോട് അതാണ് യോബ് ചെയ്തത്. തൻ്റെ 10 മക്കൾ നഷ്ടപ്പെട്ടിട്ട് അവൻ അധരം കൊണ്ട് പോലും ദൈവത്തിന് വിരുദ്ധമായി സംസാരിച്ചില്ല. കാര്യം അത്രയ്ക്ക് ദൈവമായിട്ട് അവനൊരു ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നഷ്ടങ്ങളിലും കഷ്ടങ്ങളിലും ഏതുമാകട്ടെ ദൈവത്തിന് വിരോധമായി പറയാനല്ല. യഥാർത്ഥ ഒരു ഭക്തനാണെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരാണെങ്കിൽ അവർ അതിൻ്റെ നടുവിൽ മൗനം പാലിച്ചിരിക്കും. കാര്യം വചനം പറയുന്നു, ഹല്ലേലൂയ, എല്ലാ സമയത്തിലും എന്ത് ചെയ്യണം? നന്ദി പറയാനല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാനില്ല പ്രിയരെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ ദൈവത്തിന് നന്ദി പറയണം. നന്ദി പറയുമ്പോൾ ദൈവം നമ്മളെ ഹല്ലേലൂയ അധിക മാന്യതയിലേക്ക് കൊണ്ടുപോകും. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ അപ്പം എടുത്ത് ദൈവസന്നിധിയിൽ വാഴ്ത്തി ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ അതിനെ അനുഗ്രഹിച്ചു. എന്താ അവിടെ സംഭവിച്ചത്? നമുക്കതിൻ്റെ ആദ്യം തൊട്ട് കുറച്ചു കാര്യങ്ങൾ ഹല്ലേലൂയ വായിക്കാം. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിൽ ഹല്ലേലൂയയ്ക്ക് പോയി. അവൻ രോഗികളെ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. കണ്ടോ, രോഗികൾ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും ഹല്ലേലൂയ ജനത്തെ വർദ്ധിപ്പിക്കുവാൻ അത്ഭുതങ്ങളും അടയാളങ്ങളും അത് ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷേ ഡോണ്ട് ഫോക്കസ് ഇൻ മിറക്കിൾസ്. അത് സംഭവിക്കും, രോഗികൾ സൗഖ്യമാകും. പക്ഷെ മിറക്കിളിന് വേണ്ടി മാത്രം, അത്ഭുതങ്ങൾക്ക് മാത്രം ഒരിക്കലും നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യരുത്. അത് നമ്മുടെ പരാജയമാണ്. ഹല്ലേലൂയ. ഒരിക്കലും മിറക്കിൾസിന് വേണ്ടി, അത് ഹല്ലേലൂയ രക്ഷയുടെ ഒരു ഭാഗമാണ്, അത് ദൈവം ചെയ്യേണ്ടത് സംഭവിക്കും. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു ശിഷ്യനായി എന്തെല്ലാം വന്നാലും ഹല്ലേലൂയ കർത്താവിൻ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ഫോളോവേഴ്സിനെയാണ്. മിറക്കിൾ കണ്ടുവരുന്നവരെയല്ല, രോഗസൗഖ്യത്തിന് വേണ്ടി വരുന്നവരെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കൂട്ടം ഡിസൈപ്പിൾസിനെ ദൈവം ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുകയാണ്. ഒരു കൂട്ടം കമ്മിറ്റ്മെന്റ് ഉള്ള, ഒരു കൂട്ടം ആത്മാർത്ഥതയുള്ള ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു കൂട്ടം ആത്മാർത്ഥതയുള്ളവർ. കാര്യം ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് സിംപിളി ആയിട്ടാണോ? ഇല്ല. He genuinely died for us. ഹല്ലേലൂയ. അവന്റെ മരണം ജെന്യൂൻ ആയിരുന്നു, അവന്റെ സ്നേഹം ജെന്യൂൻ ആയിരുന്നു. അങ്ങനെയെങ്കിൽ അവനെ സേവിക്കുന്നവരും ജെന്യൂനായി മാറണം. ഹല്ലേലൂയ. ദിവസങ്ങൾ കരയണ, കർത്താവേ അല്പം കൂടി ആഴത്തിൽ ജെന്യൂനാകാൻ എന്നെ നീ ഒന്ന് ഒരുക്കണമേ.
അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത് വെറുതെ ആയിട്ടല്ല. അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചത് ആത്മാർത്ഥതയോടെ അവസാന ചങ്കിലെ ചോര തന്ന് എനിക്ക് വേണ്ടി നീ മരിച്ചെങ്കിൽ അതുപോലെ നിനക്ക് വേണ്ടി നിൽപ്പാൻ എന്നെ, എൻ്റെ കുടുംബത്തെ, എന്നെ, എൻ്റെ സഭയെ നീ ഒരുക്കണമേ. ഇതായിരിക്കണം ഈ ദിവസങ്ങളിലെ കണ്ണുനീർ. ദൈവം നമുക്ക് ജെന്യൂനായി ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടല്ല മരിച്ചേ. അവൻ നമ്മളെ ഒറിജിനൽ മരണമാണ്. എൻ്റെ കർത്താവ് പാപികളുടെ വേണ്ടി, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ ഒറിജിനലായിട്ട് അവൻ്റെ അവസാനത്തുള്ളി രക്തം വന്ന് തന്ന് വാർത്ത് നമുക്ക് വേണ്ടി കാൽവറിയിൽ അവൻ യാഗമായി തന്നു. അങ്ങനെയെങ്കിൽ അവനെ സേവിക്കുന്ന ഞാൻ നിങ്ങൾ എത്രയധികം ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിൽക്കണം, എത്രയധികം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ നിൽക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ഈ ദിവസങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, നിന്നെ ഫോളോ ചെയ്യേണ്ടത് ഏതെങ്കിലും മിറക്കിളിനോ, ഏതെങ്കിലും അത്ഭുതങ്ങൾക്കോ, ഏതെങ്കിലും അടയാളങ്ങൾക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ലോകത്തിന്റെ കാറിനോ ബസ്സിനോ വീടിനോ അല്ല. ദൈവത്തെ ഫോളോ ചെയ്യേണ്ടത്, യു ഹാവ് ടു ഫോളോ ദൈവത്തെ ഫോളോ ചെയ്യേണ്ടത് അവന്റെ നിത്യതയ്ക്ക് വേണ്ടിയോ അവന്റെ നല്ല ശിഷ്യനുമായിട്ടാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പുരുഷാരമുണ്ടെങ്കിൽ അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. അടുത്ത വാക്യം, യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹാ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർ തിന്നുവാൻ നാം അവിടെ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. പറഞ്ഞേ, വലിയൊരു പുരുഷാരം. ഹല്ലേലൂയ. പറഞ്ഞേ, നമ്മുടെ ചർച്ചിനകത്ത് വലിയൊരു പുരുഷാരം കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ? 5 അപ്പമാണോ? 5 അപ്പത്തെ നീ ആ 5 അപ്പത്തിന് നന്ദി പറയുമ്പോൾ ദൈവം നിന്നെ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, നമ്മുടെ ഭാവി നമ്മുടെ കരത്തിലല്ല, നമ്മുടെ ഭാവി ദൈവത്തിന്റെ കരത്തിലാണ്. നിന്റെ സ്തോത്രം ശുശ്രൂഷയുടെ ക്ലൈമാക്സ് നീ എങ്ങനെ 5 അപ്പം കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിക്കുമെന്ന് നീ ചിന്തിക്കുമ്പോൾ നിന്റെ അതിന്റെ ക്ലൈമാക്സ് നീ ചെയ്യിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്ത ഈ 5 അപ്പം കൊണ്ട് എങ്ങനെ കർത്താവ്, എങ്ങനെ കർത്താവ്, എങ്ങനെ കർത്താവ്, എങ്ങനെ കർത്താവ്, ഇവരെങ്ങനെ നടത്തും, എങ്ങനെ പോകും, എങ്ങനെ നടത്തും, അല്ലെങ്കിൽ സ്കൂൾ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം, അതടയ്ക്കണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ കുടുംബം നോക്കണം, സഭ നോക്കണം, കാര്യങ്ങളെല്ലാം നീ ഹല്ലേലൂയ. നിനക്ക് സംതൃപ്തി വേണമോ? ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ് യു ഹാവ് ടു ഗീവ്. ഹല്ലേലൂയ. നിന്റെ ആ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക, കർത്താവ് അതിനെ ഹാൻഡിൽ ചെയ്യും. ഒരിക്കലും സഭയുടെ പ്രശ്നങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകരുത്. അത് പരാജയമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഹാൻഡിൽ ചെയ്താൽ, പരിശുദ്ധാത്മാവ് അതിനെ ഹാൻഡിൽ ചെയ്താണ്ടല്ലോ, അതിനെ ഇലയ്ക്ക് മുള്ളിന് കേടില്ലാതെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചെയ്തെടുക്കാൻ ഇടയിൽ തീരും. ഹല്ലേലൂയ. ഇത് കാര്യം, ഇറ്റ് ഇസ് ഓണർ. ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ഓണർ ഓഫ് ദ ചർച്ച്. നമ്മളൊരു അംബാസിഡറായി ദൈവം നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ. അവിടുന്ന് പറയും, നമ്മൾ അനുസരിക്കും, അത് ജനത്തോട് പറയും. ആ കാര്യം ഹല്ലേലൂയ, ഹോളി സ്പിരിറ്റ് ആണ് ചർച്ചിന്റെ ഓണർ. അപ്പോൾ ഓണറിനെ നമ്മൾ ബഹുമാനിക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് ചർച്ച് ഹല്ലേലൂയ അതിനനുസരിച്ച് വളർന്നു വരും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. അപ്പം വാങ്ങുമെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇത് അവനെ പരീക്ഷിക്കുവാൻ അത്ര ചോദിച്ചത്. അത് പരീക്ഷിക്കുക എന്ന് പറയുന്ന വാക്ക് അല്ല, കറക്റ്റ് ടെസ്റ്റ് ചെയ്യാനാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കുന്നില്ല. ദൈവം ഒരിക്കലും നമ്മൾ പരീക്ഷിക്കുന്ന ആരാ? ടെംപ്ടേഷൻ. ഹല്ലേലൂയ. ടെംപ്ടേഷൻ പിശാച് ചെയ്യും, ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ടെംപ്റ്റ് ചെയ്യുന്ന ആരാണ്? പിശാചാണ്. അത് ടെംപ്റ്റേഷൻ. ഇവിടെ മലയാള തർജ്ജിമ, അത് ഇംഗ്ലീഷ് നിങ്ങൾ വായിക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 6-ാമത്തെ വാക്യം, ഹല്ലേലൂയ, ദിസ് ഹി വാസ് സേയിങ് ടു ടെസ്റ്റ് ഹിം. കണ്ടോ? നമ്മുടെ ദൈവം ടെംപ്റ്റ് ചെയ്യുന്ന ദൈവമല്ല, നമ്മുടെ ദൈവം ടെസ്റ്റ് ചെയ്യുന്ന ദൈവമാണ്. നിന്റെ ഉള്ള എങ്ങനെയെന്ന് ദൈവത്തിന് ടെസ്റ്റ് ചെയ്യണം. ഒരു ലാബിൽ ഒരു സ്തോത്രം ഒരു രക്തത്തെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഷുഗർ, BP അങ്ങനെയുള്ള കണ്ടുപിടിക്കുന്നത് പോലെ നീ ജെന്യൂൻ ആണോ എന്ന്, നീ ജെന്യൂനായിട്ട് കർത്താവിന്റെ പാദപീഠത്തിൽ നിൽക്കുമോ എന്ന് ദൈവം ഇന്ന് പകലിലും അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം നിന്നെ ടെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹല്ലേലൂയ ചർച്ചിൽ പ്രസംഗിച്ചത്, ഹോളി സ്പിരിറ്റ് ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ മാത്രമല്ല, ഹോളി സ്പിരിറ്റിൻ്റെ മുഖഭാവം മാറി. എവിടെ? അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ കണ്ടോ? ഹോളി സ്പിരിറ്റ് സ്നേഹവാനാണ്, ഹോളി സ്പിരിറ്റ് കംഫർട്ടബിൾ ആണ്. പക്ഷെ വ്യാജം കാണിച്ചപ്പോൾ മുഖഭാവം, ഹോളി സ്പിരിറ്റിൻ്റെ മുഖഭാവം മാറി. ചർച്ചിനകത്ത് വരുന്ന വ്യക്തിയൊന്നും ദൈവം നോക്കിയല്ല. ഇന്ന് പകൽ ദൈവത്തോട് ഹല്ലേലൂയ അത്രയ്ക്ക് ഭയം ഹല്ലേലൂയ ആ ചർച്ചിനകത്ത് വ്യാപരിച്ചു.
ഹൃദയം വശീകരിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ, ആ അഭിഷിക്തന്റെ അടുത്ത് ലൈ പറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ നേരെ കള്ളം പറഞ്ഞപ്പോൾ, സെക്കൻഡുകൾക്കകം ആ വ്യക്തി അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു മുഖഭാവം, ഒരു ജഡ്ജ്മെന്റ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇന്ന് പകലുകളും ചർച്ചുകൾക്കകത്ത് ഒരു ദൈവ ഭയത്തെ, ഹല്ലേലൂയ, മുഖഭാവം മാറും കേട്ടോ. 5-ാം അധ്യായം മുഖഭാവം മാറ്റിക്കളഞ്ഞു പരിശുദ്ധാത്മാവിൻ്റെ. 3-ാം അധ്യായത്തിൽ ഉണർവായിരുന്നു. 3000 പേർ ഒറ്റ പ്രസംഗ, ആത്മാക്കളെ രക്ഷിക്കുന്നവൻ. പക്ഷെ അതേ സമയം ഹി ഈസ് എ ജഡ്ജ്മെന്റ് ഓഫ് ഗോഡ്, ഹി ഈസ് എ ജഡ്ജ്മെന്റ്. അതേ, നമ്മുടെ ദൈവം രക്ഷിക്കുന്നവൻ മാത്രമല്ല, അവൻ സ്വന്തം ജഡ്ജ്മെന്റ്, ന്യായവിധി നടത്തുന്ന ദൈവമാണ്. അല്ലേ, അതുകൊണ്ട് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് സ്വർഗത്തിന്റെ സിംഹാസനത്തിന്റെ നടുവിൽ ഞാനും നിങ്ങൾ ഒരു ദിവസം നിൽക്കേണ്ടി വരുന്നത്. He's a God of judgment. Hallelujah. He's also comforter. അവൻ നമ്മളെ കംഫർട്ട് ചെയ്യുന്നവനാണ്, അവൻ നമ്മളെ അണയ്ക്കുന്നവനാണ്, അവൻ നമ്മളെ വിടുവിക്കുന്നവനാണ്. He is the lover of your soul. നിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്നവനാണ്. The same thing, നീ അവനോട് വ്യാജം കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് സഹിക്കാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. 2 വ്യക്തികളല്ലേ, അനനീയയും സഫീരയും, രണ്ടുപേരും ആ കുടുംബം തകർന്നു പോയി. കാരണം they lied to the Holy Spirit. പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിച്ചു. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവത്തോട് കർത്താവിനോട് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ഒരിക്കലും പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിപ്പാൻ എന്നെ അനുവദിക്കരുത്. ദൈവമക്കൾ, ദൈവസഭ, വിശ്വാസികൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, ഒരു വാചകമാണ്, പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിപ്പാൻ എന്നെ അനുവദിക്കരുത്. തിക്തഫലമുണ്ടാകും. അത് നമ്മുടെ മിനിസ്ട്രിയിലുണ്ടാകും, നമ്മുടെ ചർച്ചിനകത്തുണ്ടാകും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. ഹല്ലേലൂയ. ഞാനത് കപടഭക്തിയുമായിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. ഭക്തിയുണ്ട്, കപടഭക്തിയുണ്ട്. ആ കപടഭക്തിയോടുള്ള ബന്ധത്തിൽ അത് ഞാൻ പറഞ്ഞു, കപടഭക്തിക്കാരാ, നിന്റെ ജീവിതം സ്തോത്ര ദൈവം ജഡ്ജ് ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കപടഭക്തി മാറ്റി ഭക്തിയുള്ള ഒരു ജീവിതം നയിച്ചാൽ, ഞാൻ എൻ്റെ സഭയോട് പറയോ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, അവൻ്റെ മക്കൾ ഒലിവ് തൈകൾ പോലെ ആകണമെങ്കിൽ, ഞാൻ എൻ്റെ സഭയിലെ അച്ചാച്ചന്മാരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. ഹല്ലേലൂയ. ഞാൻ ഒരു പ്രവാചകൻ എന്ന പ്രൊഫറ്റിൻ്റെ നിലയിലാണ് ദൈവം ഒരു ദൈവദാസനെ ഫാമിലിക്കകത്തുന്നത്. ഹെഡ് ഓഫ് ദ ഫാമിലി. അതിന് മേളിൽ കർത്താവാണ്. കർത്താവിൻ്റെ താഴെ ഹല്ലേലൂയ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. വി ഹാവ് ടു ഒബേ. ഹല്ലേലൂയ. നമ്മൾ അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം 2 ഭാഗത്തു നിന്നും ഹല്ലേലൂയ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ചർച്ച് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. ഇവിടെ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. സ്തോത്രം. ഇത് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. പറഞ്ഞേ, താൻ എന്ത് ചെയ്യാൻ, നിന്റെ വിഷയത്തിൽ ഒന്ന് പറയാമോ? എൻ്റെ വിഷയത്തിൽ എനിക്കറിയത്തില്ല കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവിനറിയാ നിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഹല്ലേലൂയ. പറഞ്ഞ ക്ലൈമാക്സ് അവന്റെ കരത്തിലാണ്, നിന്റെ കരത്തിലല്ല. നിന്റെ വിഷയത്തിന്റെ പ്രശ്നത്തെ പരിഹരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുവനെ ഈ സ്വർഗത്തിലുള്ളൂ. അത് ഞാൻ സേവിക്കുന്ന എന്റെ കർത്താവ് മാത്രമാണ്. He is a God of beautiful. അവൻ സകലതും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവം. കരമുയർത്തിയ കർത്താവിനൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അവൻ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. He is a God of beautiful. ഹല്ലേലൂയ. അഭംഗിയെ ഹല്ലേലൂയ എന്താക്കും? അലങ്കോലത്തെ അലങ്കാരമാക്കും, അല്ലേ? ഹല്ലേലൂയ. അഭംഗിയെ ഭംഗിയുള്ളതാക്കി. ഭൂമി പാടും ശൂനും ഭംഗിയില്ലാത്തതായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവ് അതിൻ്റെ മേൽ ഇരുന്നപ്പോൾ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ പറയട്ടെ, നിന്റെ പ്രശ്നത്തെ പരിശുദ്ധാത്മാവ് ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സഭയെ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സ്തോത്ര ആത്മാക്കളെ ദൈവ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ ദൈവ ബ്യൂട്ടിഫുൾ ആക്കാൻ പോകുകയാണ്. നിന്റെ സ്തോത്ര പ്രസംഗത്തെ, നിന്റെ പാട്ടിനെ, നിന്റെ ആരാധനകളെ ഏറ്റവും മെച്ചകരമായ രീതിയിൽ എൻ്റെ കർത്താവ് ബ്യൂട്ടിഫുൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനത്തെ ഒന്ന് സ്വീകരിച്ചോ. ഏറ്റവും ബ്യൂട്ടിയാക്കി പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുകയാണ്. നമ്മൾ ചെയ്താൽ എന്തുണ്ട്? അപാകതകളുണ്ട്, അല്ലേ?
100%. അല്ലെ, അതാ ഇവിടെ 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 പറയുന്ന കർത്താവേ, സ്വതന്ത്ര ഫിലിപ്പോസ് അവനോട് കർത്താവേ, അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അല്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അതായത് തികയില്ല കർത്താവേ. നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും അതേ വരത്തുള്ളൂ, ഇല്ല, അല്ലല്ലോ ഇല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല എന്നല്ല, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ഹീസ് എ ട്രഷർ. ഹല്ലേലൂയ. അല്ല, അവൻ്റെ കരത്തിൽ തരാനുണ്ട്. അങ്ങനെയുള്ളൊരു സർവശക്തനെയാണ് നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയില്ല, അല്പമേ ഉള്ളൂ, ഇത് തികയത്തില്ല, ഇത് മതിയാകുകയില്ല. പക്ഷെ എൻ്റെ ദൈവം പറയും, ഇത് മതിയാകും. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്താൽ മതി, ആ വിഷയത്തെ എടുത്തു വെച്ചിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ മതി. സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന 5 അപ്പം 2 മീനാണ്. ഹല്ലേലൂയ. അയ്യോ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിറുപിറുക്കുകയല്ല, അത് എടുത്തു വെച്ചിട്ട് ദൈവസനെ താങ്ക് യു ജീസസ് ഫോർ ദിസ് ബ്രെഡ് ആൻഡ് ദിസ് ലോവ്സ് ആൻഡ് ദിസ് ഫിഷസ് എന്ന് നീ പറഞ്ഞു തുടങ്ങുമ്പോൾ അസാധാരണമായ ഒരു വർധനവ് പരിശുദ്ധാത്മാവ് അതിനകത്ത് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? നമ്മുടെ ജീവിതത്തെ അവൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വർധന ഉണ്ടാകും. പറഞ്ഞ എൻ്റെ ജീവിതം വർധന ഉണ്ടാകും. എൻ്റെ സഭയിൽ ഞാനും എൻ്റെ കുഞ്ഞു മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. എത്ര വർഷത്തെ പ്രാർത്ഥനയാണ്. ഇപ്പം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയെന്ന് വെച്ചാൽ ഏകദേശം 26 കസാരയുണ്ട്, അത്രയേ ഉള്ളൂ, അത്രേ ഹോളേ ഉള്ളൂ. എങ്കിലും അതിനകത്ത് ആ ഹാളിൽ ആ ചെയറിൽ ഇരിപ്പാൻ തക്കവണ്ണമുള്ള ആൾക്കാരെ ദൈവം തന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയട്ടെ, അപ്പോൾ സ്തോത്രം, അപ്പോൾ ഈ സ്തോത്രം അതിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ദൈവം ഇനി ആ ഹാളിനെ പൊളിക്കാനും, അല്ലെ ദൈവത്തിന് എന്തോ ക്ലൈമാക്സ് അതിനകത്തുണ്ട്. നമുക്കറിയത്തില്ല. നമ്മുടെ ഇപ്പോഴത്തെ ശൂന്യത നോക്കി നമ്മൾ ദൈവത്തെ പിന്നിട്ടിട്ട് പോകരുത്. ഇവിടെ പിടിച്ചു നിന്നാൽ വലിയൊരു ക്ലൈമാക്സ് 5000 പേരുടെ ഒരു നിറവ് നിന്റെ മേൽ തരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ ശൂന്യതയാണെന്ന് പറഞ്ഞ് നീ ബേക്കടിക്കരുത്. ധൈര്യത്തോടെ നന്ദി പറഞ്ഞ് മുന്നോട്ട് പോ. വലിയൊരു ദൈവപ്രവൃത്തി കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ സഭ അവസ്ഥകളെ ദൈവം മാറ്റാൻ സർവശക്തൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ശിഷ്യന്മാർ ഒരുത്തനായ 200 പണത്തിന് മതിയാകില്ലെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ഒരുത്തനായ ശീമോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ് അവനെ വന്നു. അവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, ആദ്യം പറഞ്ഞു മതിയാകില്ല. ഇത് ഇപ്പോൾ ഈ ശിഷ്യൻ പറയുകയാണ്, എന്തുള്ളൂ കർത്താവേ, ഇത് ഹല്ലേലൂയ. പക്ഷേ എൻ്റെ ദൈവം സ്തോത്രം എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ 5 അപ്പവും 2 മനുഷ്യന്റെ കയ്യിൽ ഇത് വർദ്ധിക്കില്ല കേട്ടോ. ഇന്ന് പകൽ നീ നിന്റെ ജീവിതത്തെ നിന്റെ ശുശ്രൂഷകളെ, നിന്റെ പാട്ട് ആരാധനയെ, നിന്റെ ജീവിതത്തെ ടോട്ടൽ സറണ്ടർ ടു ദ ഹാൻഡ് ഓഫ് ഗാഡ് ഇന്ന് പകലിൽ ടെൻഷൻ ഇല്ലാത്തവന്റെ കരത്തിൽ കൊടുക്കുക. അതിനകത്ത് ദൈവം അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഒരു വലിയ വർധനവിലേക്ക് നിന്റെ ടാലന്റുകളെ പോലെ അത്ഭുതകരമായ രീതിയിൽ ഷാർപ്പൺ ചെയ്യുന്ന ദിനങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അത് കൃപാവരമാകട്ടെ, അത് സ്തോത്രം ഹല്ലേലൂയ, പ്രൊഫറ്റിക്കൽ മേഖലകളാകട്ടെ, ദൈവം ഇന്ന് പകലിൽ അതിനെ ഷാർപ്പൺ ചെയ്യാൻ, ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കാൻ ഇന്ന് പകലിൽ എത്ര പേരുണ്ട്? വലിയ വർധനവ് ദൈവം ചെയ്യും. ഹല്ലേലൂയ. വലിയ വർധനവ സംഭവിച്ചത്. ഇതെന്ത് ചെയ്യുമെന്ന് ശിഷ്യന്മാർക്ക് അറിയത്തില്ല, പക്ഷെ യേശുവിന് അറിയാമായിരുന്നു. പറഞ്ഞ യേശുവിന് അറിയാം നിന്റെ പ്രശ്നങ്ങൾ, നീ ആരാണെന്ന് യേശുവിന് അറിയാം. അല്ലെങ്കിൽ യേശുവിന് അറിയാം. കാര്യം അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ മെനഞ്ഞവൻ നിന്റെ സ്വഭാവം അറിയാം, നിന്റെ ജീവിതം അറിയാം, നിന്റെ അവസാനം എങ്ങനെയെന്ന് ദൈവത്തിന് അറിയാം. കാര്യം ഹീസ് ആൻ ആൽഫ ആൻഡ് ഒമേഗ, അവൻ ആദ്യനും അന്ത്യനുമാണ്. നിന്നെ മെടഞ്ഞവൻ അറിയാം, നിനക്ക് എന്തൊക്കെ നൽകി തരണമെന്ന് ദൈവം നിനക്ക് അറിഞ്ഞുകൂടെങ്കിൽ അബ്രഹാമിനെ അറിഞ്ഞുകൂടെ വിളിച്ചിറക്കിയ അബ്രഹാമിനെ അറിയത്തില്ലെങ്കിൽ ദൈവത്തിന് അറിയാം അബ്രഹാമിന് എന്തൊക്കെ ഞാൻ നൽകി കൊടുക്കണമെന്ന്. ഹല്ലേലൂയ. He knows his people. He knows our problems. He knows our situation. He knows who you are. നീ ആരാണെന്ന് പോലും എൻ്റെ ദൈവത്തിന് അറിയാം. അതല്ലേ അത്തിയുടെ കീഴിലുള്ള നദനകൾ നീ എന്താ പറഞ്ഞേ? നീ ആരാ? സ്തോത്രം ഹല്ലേലൂയ. നീ നിഷ്കളങ്കനായ ഒരു വ്യക്തിയാണല്ലേ. ഹല്ലേലൂയ. എന്നാ അവനെ നോക്കി ആദ്യം നീ കപടമില്ലാത്തവൻ, ഇസ്രായേലിൽ കപടമില്ലാത്തവനെന്ന് അവനെ നോക്കി കർത്താവിനെ അറിയാം. ഒരാളെ സ്തോത്രം ഹല്ലേലൂയ പുറമേ ഉള്ള ഹല്ലേലൂയ അനുഭവത്തിലല്ല ദൈവം നോക്കുന്നത്. God always look into the heart of the people. ദൈവം ഇന്ന് പകലിൽ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ നോക്കുന്നവനാണ്. അതുകൊണ്ടാണ് യോബിനെ നോക്കി പറഞ്ഞത്, നീ നിഷ്കളങ്കനും നേരുള്ളവനുമെങ്കിൽ നിനക്കായി എന്റെ ദൈവം എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേൽക്കും. നിന്റെ വിഷയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് എഴുന്നേൽക്കുക. നന്ദി പറയാൻ തുടങ്ങിക്കോ. ഈ ചെറിയ ഹോളാണോ? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം വർദ്ധിപ്പിക്കുക. ഈ കസാരകളെ ഫുള്ള് ദൈവം നിറയ്ക്കുക. എൻ്റെ ദൈവം ശക്തിയുള്ളവനാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഭവന ആലയത്തിൽ, എൻ്റെ ആലയം ഞാൻ വെള്ളി, എനിക്ക് ഹല്ലേലൂയ പ്രോഗ്രാം ഇല്ലെങ്കിൽ എൻ്റെ ആലയം ഞാൻ അടച്ചിടുകയില്ല. ഞാൻ ചെന്നിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആരാ അടച്ചിടുന്നത്? ഹല്ലേലൂയ. നമുക്കറിയാം സാധാരണ ആലയങ്ങളൊക്കെ വെള്ളിയും അല്ലേ ഞായർ 2 ദിവസമേ തുറക്കത്തുള്ളൂ. പക്ഷെ അമ്പലത്തിൽ അവർ രാവിലെയും തുറക്കും വൈകിട്ടും തുറക്കും. അവിടെ എപ്പോഴും നട തുറന്നെടുക്കും അല്ലേ? രാവിലെ വൈകിട്ട് കൃത്യമായി തുറന്നിരിക്കേ. പക്ഷെ ആലയം എവരിഡേ ചർച്ച്, ആദ്യ നൂറ്റാണ്ടിലെ സഭ ഇറ്റ്സ് എ ചർച്ച് ഓഫ് എവരിഡേ. എല്ലാ ദിവസവും കൂടി വന്നു അല്ലെ? അങ്ങനെയുള്ളവർ ഞാൻ പറയട്ടെ, ഈ ഹാൾ ഇവിടെ തുറന്നു കിടക്കണം. ഇവിടെ പരിസരത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കട്ടെ. എന്തിനാ ഈ മനോഹരമായ AC? ഹല്ലേലൂയ. ഇവിടെ വേർക്കത്തില്ല. ചാടി കുതിച്ച് ആരാധിക്കാം, അന്യഭാഷ പറയാം. ഞാൻ പറയാം, അങ്ങനെയുള്ള നൈറ്റ് പ്രയറുകൾ ഇതിനകത്ത് വരും ദിവസങ്ങൾ അത് സംഭവിക്കട്ടെ. ശക്തമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾ ഈ ഹാളിനകത്ത് വെളിപ്പെടട്ടെ. ഇത്രയും നല്ലൊരു ഹാൾ തന്നതിനാൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇടവിടാതെ യാഗപീഠത്തിൽ നിന്ന് തീ കത്തിക്കൊണ്ടേയിരിക്കണം. തീ അണയാൻ പാടില്ല. ധൂപപീഠത്തിൽ നിന്ന് ധൂപകലശം അല്ലേ, അതിനെ സ്വീകരിക്കാൻ ദൂതന്മാരുണ്ട്. ഈ യാഗപീഠം എപ്പോഴും അണഞ്ഞു കിടക്കാൻ പാടില്ല. ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആ ചർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. 2 മണി വരെ എനിക്ക് പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞാൻ ആ പ്രോഗ്രാമിനെ ക്രിയേറ്റ് ചെയ്യും. ഹല്ലേലൂയ. പ്രോഗ്രാം ഇല്ലെങ്കിൽ ഫാസ്റ്റേ പ്രോഗ്രാം പോലെ ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് അതിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതേ സമയം വരുമ്പോൾ ദൈവം നമുക്ക് എവിടെയെങ്കിലും പ്രോഗ്രാം തന്നോളും. ഹല്ലേലൂയ. അല്ല, പ്രോഗ്രാമിന് വേണ്ടി ഇതുവരെ എനിക്കൊരു പ്രോഗ്രാം ഇല്ല. ഇതുവരെ പ്രാർത്ഥിച്ചതനുസരിച്ച് കർത്താവിൻ്റെ ദാസന് അറിയാം, നമ്മളെ അവസരങ്ങൾ ഇങ്ങോട്ട് വന്നതല്ലാതെ എനിക്ക് കൃപയാൽ പറയാൻ കഴിയും. ദൈവം, ഞാനതാ പറഞ്ഞത്, കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഡിവൈൻ കണക്ഷൻ കൊടുത്തതുപോലെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചില ഡിവൈൻ കണക്ഷനുകളെ തന്ന് ദൈവത്തിന് നിന്നെ മാനിപ്പാൻ കഴിയും. ഇന്ന് പകല് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ 4 ചുമരിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ 4 ചുമരുകൾക്കകത്ത് എന്നെ ആരും അറിയത്തൊന്നുമില്ല. ആ പച്ചക്കട്ടയ്ക്കകത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവദാസനും കൂടെ ഇരിക്കും, ആലോചനകൾ പറയും. എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, നിങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് പാറശാലയിൽ ഒരു വഴി തുറക്കുന്നു. അതിൻ്റെ പിറ്റേ ആഴ്ച ഒരാൾ വന്ന് പറഞ്ഞു, പാറശാലയിൽ ഒരു ചർച്ച്, പൊളിഞ്ഞ ചർച്ചാണ്, നിങ്ങൾക്ക് ചെയ്യാമോ? ആ വെളിപ്പാട് സാധ്യമാകണം. അവിടെ നിന്ന് ഞങ്ങൾ പാറശാലയിലെ ആ പ്രവർത്തനത്തെ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അതിനേക്കാളും ഭയങ്കരം കാര്യം. എൻ്റെ ചെറുതിലെ ഞാൻ എൻ്റെ ഉപ്പിൻ്റെ അസുഖം വന്നിട്ട് എൻ്റെ ശരീരമാസകല ഈ തൊലി പൊട്ടി ഇളകുന്ന അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ അത് സ്വതന്ത്രം വർദ്ധിച്ചു വന്നപ്പോൾ അത് സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ പ്രാർത്ഥനാപുരയിലേക്ക് എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വതന്ത്രം ഒരു കൂട്ടം അപ്പച്ചന്മാർ കൊടയാൽ മുകൾ നെട്ടയും സ്വതന്ത്രം കൊടയാൽ മുകൾ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടതായി എൻ്റെ അമ്മ മനസ്സിലാക്കി. അവർ സ്വപ്നം കാണുകയാണ്, ഞാൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിലേക്ക് കയറിപ്പോകുന്നു. പക്ഷേ ആത്മനിറവിൽ ഉണ്ടായിരുന്ന ആ അപ്പച്ചൻ, രാജപ്പൻ പാസ്റ്റർ എന്നാണ് ആ പാസ്റ്റർ പേര്, ആത്മനിറവിൽ വന്ന് എൻ്റെ ഹല്ലേലൂയ തലയിൽ കൈവച്ചു, പ്രാർത്ഥിച്ചു. എൻ്റെ ജീവൻ എന്നിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ മരണത്തെ മുഖാമുഖം കണ്ട ആൻറ്റിയുടെ ചർച്ചിലേക്കാണ് എൻ്റെ ദൈവം എന്നെ അവിടെ ശുശ്രൂഷിപ്പാൻ കൊണ്ടുപോയത്. ദൈവത്തിൻ്റെ നീതി എത്ര വലുതെന്ന് നോക്കിയോ. ഹല്ലേലൂയ. എൻ്റെ മരണത്തെ അല്ലെങ്കിൽ എന്നിലേക്ക് ജീവൻ വരുന്നത് ആ കണ്ട ആൻറ്റി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ ചർച്ചാണ് ഞാൻ എല്ലാ വൈകുന്നേരങ്ങളിൽ ചെന്ന് നടത്തുന്നത്. അവർ എനിക്ക് തന്നെ അത്ഭുതമായി പോയി. കണ്ടോ, ദൈവം ആർക്ക് കടക്കാരനല്ലേ അല്ല. അവരുടെ ഹല്ലേലൂയ ആ പ്രിയ കർത്താവിൻ്റെ ദാസൻ അവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ആ ചർച്ച ചെയ്യാൻ ദൈവം നോക്കെ എത്ര കാലങ്ങൾക്ക് മുൻപേ ദൈവം അത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ദൈവത്തിൻ്റെ ഹിതങ്ങൾ, ദൈവത്തിന്റെ പ്രവർത്തികൾ അതൊന്നും മുടങ്ങി പോകത്തില്ല. അതതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് പുറത്ത് പാടാൻ ദൈവം ഒരു അവസരം തന്നു. അത് സ്വതന്ത്രം അതിനൊക്കെ ഇതേപോലെ ഒരു അന്ത്രയോസിന് ദൈവം തരും കേട്ടോ. ഒരു അന്ത്രയോസിന് അഭിഷേകം കർത്താവിൻ്റെ ദാസനിലുണ്ട്. ഹല്ലേലൂയ. ഞാനതങ്ങ് പ്രവേശിച്ച് പറയുകയാണേ. അന്ത്രയോസുമാർ അവരാണ് ബാലകന്മാരെ, എവിടെ ആരും അറിയാത്ത ബാലകന്മാരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നവർ. കർത്താവിനായി നന്ദി പറയണം. ഹല്ലേലൂയ. അതറിയാമോ, അവിടെ ഒരു ദേവദാസനുണ്ട്, പേര് സന്തോഷം എന്ന, കീബോർഡൊക്കെ വായിക്കുക. ആ ദേവദാസനെ എന്നെ എന്ത് ചെയ്തത്, അവിടെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവിടെ വർഷിപ്പ് ചെയ്യാൻ ദൈവം സഹായിച്ചു. അതിനെല്ലാം പദ്ധതിയുണ്ട് കേട്ടോ. എൻ്റെ പൊളിഞ്ഞു കിടന്ന ചർച്ചിൽ പാസ്റ്റർ സാം കുമരകം വന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യമൊരുക്കി. ഹല്ലേലൂയ. ആ ദേവദാസനെ എനിക്ക് മുന്നേ പരിചയമില്ല, യാതൊരു കണക്ഷനുമില്ല. പണ്ടോ ഡിവൈൻ കണക്ഷനുകളെ തരാൻ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഞാനവിടെ അപ്പോൾ ആ പാട്ടിന്
അവിടെ പോയപ്പോൾ ആ ദൈവദാസനുമായിട്ട് കണക്റ്റഡാണ് സാം പാസ്റ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം ഒരു കോൺഫറൻസിൽ വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ ദാസനോട് ഡേറ്റ് ചോദിക്കുന്നത് എനിക്ക് പേടിയാണ്. ഞാൻ ആദ്യമായിട്ടല്ലേ ലോകമായി ഉപയോഗിക്കുന്ന ഒരു അഭിഷിക്തനാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ഡയറിയിലുണ്ടായിരുന്ന ഡേറ്റിനെ വെട്ടിമാറ്റിയിട്ട് എനിക്ക് ഞാൻ പറയാതെ തന്നെ ഒരു ഡേറ്റ് എടുത്ത് തന്നു. നീ പോസ്റ്റർ അടിച്ചോളാൻ പറഞ്ഞു. ആ പോസ്റ്റർ അടിച്ച് ആ ദിവസം സമയം അടുത്ത് വന്നു. പക്ഷെ എന്ത് സംഭവിച്ചു എന്താ അറിയോ പാസ്റ്ററെ, അന്ന് ഹർത്താലായി. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ കാട്ടാക്കട ദേവദാസൻ ഉണ്ടായിരുന്നു. അന്ന് പാവ ദേവദാസൻ ആ ബൈക്കേൽ വന്നാണ് ആ തേര് കയറി വന്ന് എൻ്റെ കുഞ്ഞു ചർച്ചിനെ അവർ ശുശ്രൂഷിപ്പാൻ ഇടയായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടി അതായത് വേല ചെയ്യുന്ന വേലക്കാർക്ക് വേണ്ടി വില കൊടുക്കുന്ന ഒരു അഭിഷേകം പ്രിയ കർത്താവിൻ്റെ ദാസനിലുണ്ട്. ആ കർത്താവിൻ്റെ ദാസൻ വന്ന് അവിടെ കാൽ ചവിട്ടിയിട്ട് എന്താ പറയുന്നതേമോ, തനിക്ക് കൺവെൻഷന് കിട്ടിയ 5,000 rupees ഒരു കൺവെൻഷൻ സ്റ്റേജിൽ നിന്ന് കിട്ടിയ അതേ പൈസ ഒരു പൈസ പോലും എടുക്കാതെ ഹല്ലേലൂയ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ ചർച്ചിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി അത് ഉപയോഗിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഞാനത് പ്രാർത്ഥനയോടെ വാങ്ങിച്ചു. അന്ന് തന്നെ ആ ഓഫറിങ്ങിൽ ഏകദേശം ഒരു 7,000 രൂപ പിരിഞ്ഞു കിട്ടി. ഇത് കണ്ടിട്ട് ഹല്ലേലൂയ ഈ സ്തോത്രം കീബോർഡ് വായിക്കാൻ വന്നൊരു ദൈവദാസൻ 2 ദിവസം പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഒരു 10,000 അങ്ങനെ അകമെല്ലാം അതിനെനിക്ക് സമ്മതിക്കണം. അപ്പോഴും ദൈവം കുറേ ചെറുപ്പക്കാരെ അങ്ങ് കൂട്ടിയിരുത്തി പെയിൻ്റ് അടിക്കാൻ പൂശാൻ ഹല്ലേലൂയ മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. എന്ത് ചെയ്യുന്നറിയാമോ, അവരെല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് ശക്തമായി അവർ ഒരു പൈസ പോലും വാങ്ങിച്ചില്ല. എൻ്റെ ആഗ്രഹം ഇതാണ്, കർത്താവ് എനിക്കൊരു നല്ല ഹല്ലേലൂയ അനുഭവം തരുമ്പോൾ അവരെല്ലാം ഒന്ന് ഹോണർ ചെയ്യണം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവദാസന്മാരെ ഹോണർ ചെയ്താൽ, ഞാൻ പറയട്ടെ, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവരെയൊക്കെ ഒന്ന് വിളിച്ച് ആ ചർച്ചിൽ കൊണ്ടുവച്ച് എന്നെ ഹോണർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യം. അവർ വന്നു, എല്ലാ കാര്യങ്ങളും നല്ല ചെയ്തു. റൗണ്ട് ലൈറ്റ് ഇതുപോലെയൊക്കെ ഇട്ടു, വേറെ ഷീറ്റൊക്കെ ഇട്ട് അനുഗ്രഹിക്കപ്പെട്ട് അകം കയറിയാൽ കുഴപ്പമില്ല, നല്ല രീതിയിലാക്കി തന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവദാസനെ ഓർത്ത് ഞാൻ അപ്പോൾ ആ ദൈവദാസൻ കാൽ ചവിട്ടിയപ്പോൾ തന്നെ ചർച്ചിൻ്റെ അവസ്ഥകൾക്ക് വലിയ മാറ്റം സംഭവിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പ്രാർത്ഥനയിലൂടെ ദൈവമായിട്ട് കണക്റ്റഡ് ആയപ്പോൾ നമ്മുടെ അടുക്കൽ അടുപ്പിക്കേണ്ടവര് ദൈവ കൃത്യസമയത്ത് ദൈവം നമ്മുടെ അടുക്കലേക്ക് അടുപ്പിച്ചു കൊണ്ട് തരും. നമ്മുടെ ഡെസ്റ്റിനി കീപ്പേഴ്സിനെ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരെ ദൈവത്താൽ നീയുമായി കണക്ട് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. അങ്ങനെ ആ ദൈവദാസൻ വന്നു, ചർച്ച ഏകദേശം വിറ്റ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് കർത്താവിൻ്റെ ദാസൻ അയച്ചു. കർത്താവിൻ്റെ ദാസൻ ഇതാണ്. നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. അതിനുശേഷം പിന്നെ ഹല്ലേലൂയ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദാസൻ, ഇനി എൻ്റെ ആഗ്രഹം നല്ലൊരു കൺവെൻഷൻ വെച്ച് ആ ദൈവദാസനെ അവിടെ വിളിക്കണം. ഹല്ലേലൂയ. ആ ദേശത്ത് കർത്താവിൻ്റെ വചനം ഘോഷിപ്പാൻ. അപ്പോൾ അങ്ങനെയാണ് പ്രാർത്ഥനയിലൂടെയുള്ള അങ്ങനെ ചർച്ചിലെ ആ വലിയ മാറ്റം സംഭവിച്ചു. എന്നിട്ട് ആൾക്കാർ വരാതെയായി. എങ്കിലും സ്വതന്ത്രം പ്രാർത്ഥിച്ച് ദൈവം തക്ക സമയം പ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആരോട് പറഞ്ഞു? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ക്ഷാമകാലത്ത് വിതച്ച ഇസഹാക്കിനോട് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ 30, 60, 100 മേനിയായി ഹല്ലേലൂയ നീ വിതച്ചാൽ മതി, ബാക്കി ദൈവം കൊയ്തെടുക്കത്തക്ക നിലവാരത്തിൽ ഇപ്പോൾ ഹല്ലേലൂയ ആ സഭയിൽ ഇരിക്കത്തക്ക നിലവാരത്തിലുള്ള ആൾക്കാരെയും കൂടെ കർത്താവ് തന്നു. ഹല്ലേലൂയ. അതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ വന്നതുകൊണ്ട് നമുക്കറിയാം. അതുകൊണ്ട് 2 പേര് കിട്ടിയാലും നമുക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഹല്ലേലൂയ. 10,000 പേരുടെ നടുവിലും ഹല്ലേലൂയ സ്വതന്ത്രം ദൈവം അനുവദിച്ചാൽ കൃപയാൽ നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് സ്വതന്ത്രം ഹല്ലേലൂയ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നത് ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷമാണ്. ഒരിക്കലും ഞാൻ പറയാം, ദൈവം തന്ന പ്രാർത്ഥനയുടെ സമയം മാറ്റിവെക്കരുത്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കൊരു പ്രാർത്ഥന ടൈം തന്നിട്ടുണ്ടെങ്കിൽ അത് കല്യാണമോ മരണമോ അല്ല ഇമ്പോർട്ടൻ്റ് കേസ് അല്ലാതെ ആ പർട്ടിക്കുലർ ടൈമിനെ ഒരിക്കലും നിങ്ങൾ ക്യാൻസൽ ചെയ്യരുത്. ആ പ്രാർത്ഥനയ്ക്കകത്താണ് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ നിന്റെ കുടുംബത്തിനകത്തളത്തിൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ സമയം വൃഥാവല്ല കേട്ടോ. പ്രാർത്ഥന ഭയങ്കര ശക്തിയാണ്. ഹല്ലേലൂയ. ബാലകനുണ്ട്, 5 ഏവത്തപ്പമുണ്ട്. ഹല്ലേലൂയ. എങ്കിൽ ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞ ആളുകളെ ഇരുത്തുക. അവൻ ഇരുത്തി, സ്തോത്രം, കയ്യിലെടുത്തു, എന്നിട്ട് നന്ദി പറഞ്ഞു, എന്നിട്ട് വേണ്ടുവോളം കൊടുത്തു. നോക്ക്, മതിയാകില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത്, എന്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആ 2 വാക്കിനെ ഡിക്ഷണറിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് വേണ്ടുവോളം കൊടുത്തു. പറഞ്ഞേ, വേണ്ടുവോളം തരാൻ എൻ്റെ ദൈവം സർവശക്തിയുള്ളവനാണ്. വേണ്ടുവോളം തൃപ്തിയാകുവാൻ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അനുഭവത്തെ എന്റെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ഈ ചർച്ചിനോട് പറയാ, തൃപ്തികരമായ ഒരു അനുഭവത്തിലേക്ക് സഭയെ പരിശുദ്ധാത്മാവ് കരം പിടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പലതിലും തൃപ്തിയില്ല അല്ലേ? ഹല്ലേലൂയ. ഒരു സാറ്റിസ്ഫൈഡ് വരുന്നില്ല അല്ലേ? കൊടുക്ക കർത്താവിൻ്റെ കരത്തിലേക്ക്.
അപ്പനോട് പറ, അപ്പ ഇതിനെ തൃപ്തിയുള്ളതാക്കി തീർക്കണമേ. നീ അത് ആലയത്തിൽ വരുമ്പോൾ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആത്മാക്കളെ കണ്ട് തൃപ്തി വരണം. ഹല്ലേലൂയ. ശുശ്രൂഷകരെ കണ്ട് തൃപ്തി വരുന്ന നിലവാരത്തിൽ 5 അപ്പവും 2 മീനല്ല, അത് വർദ്ധിക്കുന്നതായി നീ അത് കണ്ടു തുടങ്ങി പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽ ആ വിഷയത്തെ സഭയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സഭയുടെ ഓണറിന്റെ കരത്തിൽ ഏൽപ്പിക്കുക. സഭയുടെ ഓണറിനോട് ആലോചന ചോദിക്കുക. ആ കർത്താവ് ഇന്ന് പകലിൽ പറയുന്നതിനനുസരിച്ച് സ്റ്റെപ്പുകൾ വയ്ക്കുക. ദൈവം അതിനെ വർദ്ധിപ്പിച്ച പോലെ ഒരു വലിയ വർധനവ് നമ്മുടെ കണ്ണാൽ കാണാൻ പോകുന്നതിനാൽ കരങ്ങളെ ഉയർത്തി ആ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. പറഞ്ഞ ഞാൻ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ശിഷ്യന്മാർ അത് കണ്ടില്ല. ശിഷ്യന്മാർ പറഞ്ഞു മതിയാകെയില്ല. ഇത് തികയത്തില്ല കർത്താവേ, ഇത് എന്താണ്, ഇത് എന്തുള്ള കർത്താവേ? ശിഷ്യന്മാർ അങ്ങനെയാ ചോദിച്ചത്. പക്ഷേ യേശു പറഞ്ഞു, ഹല്ലേലൂയ, വേണ്ടുവോളം എടുത്തു കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ വേണ്ടുവോളം. ആരാ? അവൻ ജീവന്റെ അപ്പമായിരിക്കുന്നവന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. ജീവന്റെ അപ്പമാണ് അവൻ. അപ്പത്തെ കൊടുക്കാൻ കഴിയാത്ത ദൈവമാണോ? ഇന്ന് പകൽ വിശ്വസിക്കുക. നിന്റെ ഏത് സാഹചര്യമാണോ, ആ സാഹചര്യം അനുസരിച്ച് നിനക്ക് അത്ഭുതത്തെ പ്രവർത്തിപ്പാൻ എന്റെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. അവൻ ജീവന്റെ അപ്പമാണ്. അവൻ ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ സ്വന്തം പുനരുദ്ധാനവും ജീവനുമാണ്. ഏത് സാഹചര്യം അനുസരിച്ച്, റാഫയാണെങ്കിൽ റാഫയായി, യഹോവ ഇരയാണെങ്കിൽ ഇരയായി, ഏത് സാഹചര്യത്തിൽ നിന്റെ നടുവിൽ അവൻ മാനിഫെസ്റ്റ് ചെയ്യും. ഈസ് എ ഗാഡ് ഓഫ് മാനിഫെസ്റ്റേഷൻ. വിശ്വസിക്കാമോ? നിന്റെ സാഹചര്യത്തിനനുസരിച്ച് മാനിഫെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. പ്രതിസന്ധികളാണോ, അവനൊരു വീരനെ പോലെ നിന്റെ അടുക്കൽ ഒരു യോദ്ധാവായി ഇറങ്ങി വരും. 5 അപ്പവും 2 മീനിന്റെ കേസാണോ, വർധനവായി നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ഒരു ഹീലറായിട്ടാണോ, അവൻ അതുപോലെ നിന്റെ അടുക്കൽ മാനിഫെസ്റ്റ് ചെയ്യും. ഹല്ലേലൂയ. റാഫയായിട്ട്, നിസിയായിട്ട്, യഹോവ ശമ്മയായി, ഏത് അവസരത്തിൽ നിന്റെ വിഷയത്തിനനുസരിച്ച് അവൻ ഇവിടെ ജീവന്റെ അപ്പമായി ശക്തിയോടെ അവിടെ ഇറങ്ങി വന്നു. അത് 5 അപ്പത്തെ വർദ്ധിപ്പിച്ചു. വർധനവിലേക്ക് ദൈവം കൊണ്ടുപോയി അത്ഭുതം ചെയ്തു. അവർ എല്ലാവരും എന്തുള്ളെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു തൃപ്തിയുടെ അനുഭവം പരിശുദ്ധാത്മാവ് അവിടെ നൽകി കൊടുത്തു. ഹല്ലേലൂയ. പറഞ്ഞ് സംതൃപ്തി തരാൻ പോകുക ദൈവം. ഹല്ലേലൂയ. നമ്മുടെ മിനിസ്ട്രിയിൽ സംതൃപ്തി. പലപ്പോഴും ചില പ്രസംഗം കഴിയുമ്പോൾ, ചില പാട്ട് കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ചിലയിടത്ത് നമ്മൾ പോകുമ്പോൾ സംതൃപ്തി ഉണ്ടാകത്തില്ല. നമ്മുടെ പാട്ട് ശരിയായോ, പ്രസംഗം ശരിയായോ, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. അല്ലേ ദാസനെ? ഹല്ലേലൂയ. ചെയ്തത് ശരിയായിട്ടുണ്ടോ ആകോ. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യം നന്നായിട്ട് അത് ചെയ്തില്ല എങ്കിൽ അത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് വരത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുത്തെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പാടാൻ പോയി എടുത്ത് ദേവദാസന്മാരും വളർന്നു വരുന്ന ദേവദാസന്മാരാണ്. ഹല്ലേലൂയ. അവിടുത്തെ സെറ്റും അങ്ങനെ ഈ സിസ്റ്റമൊക്കെ അങ്ങനെ വന്നില്ലെങ്കിൽ പാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ പാടിയെങ്കിലും അതിനകത്തൊരു സാറ്റിസ്ഫൈഡ് വന്നിട്ടില്ല. അപ്പോൾ ദൈവത്തോട് കർത്താവ് എന്നോട് ക്ഷമിക്കണം, കർത്താവ് ഒരു നല്ല സംതൃപ്തിയോടെ അങ്ങനെ ശുശ്രൂഷിപ്പാൻ എന്തില്ല, എനിക്ക് കഴിഞ്ഞിട്ടില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാണ് പലപ്പോഴും അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. കാര്യം അല്ലെങ്കിൽ അതിനൊത്തവണ്ണം എല്ലാവരും ഒരുങ്ങിയെങ്കിൽ മാത്രമേ, ഇപ്പോൾ സിസ്റ്റമായാലും ശരി, പാട്ടുകാരായാലും ശരി, അതോ എനിക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയത് 6:15 കൺവെൻഷൻ തുടങ്ങാൻ പോകുന്നു, 6 മണിക്ക് കൺവെൻഷൻ, 6:15 കീബോർഡിസ്റ്റ് വന്നില്ല. ഭയങ്കരമായിട്ട് ദുഃഖപ്പെടുത്തി. നമ്മൾ 5 മണിക്ക് അവിടെ ചെന്നിരിക്കുകയാണ്. പാസ്റ്റർ ദേവാസൻ 10 മണിക്ക് മുമ്പേ ഇവിടെ വന്നല്ലോ എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ദൈവിക ശുശ്രൂഷ, അത്രയും ഗൗരവമോടെ കാണണം. അവർക്ക് ജോലി കൊണ്ട് സമ്മതിച്ചു. പക്ഷേ 6:15 കൺവെൻഷൻ നേരത്തെ 3 ദിവസങ്ങൾക്ക് മുമ്പേ, 1 മാസത്തിന് മുമ്പേ പ്രൊക്ലെയിം ചെയ്തതാണ്. അന്ന് വേണമെങ്കിൽ അവർക്ക് അന്ന് പോകാതിരിക്കാം, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന്. ഇല്ല, അവർക്ക് പ്രയോറിറ്റി ജോലിയാണ്. 6:15 കീബോർഡായില്ല, സെറ്റായില്ല. പിന്നെ ഞാൻ ദൈവത്തോട് കരഞ്ഞു കർത്താവേ പാടാനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞാണ് അവിടെ കയറിയത്. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ഇല്ല. പ്രാർത്ഥിച്ചൊരു ശുശ്രൂഷ ചെയ്താൽ അതിനകത്ത് സംതൃപ്തിയില്ല. പക്ഷേ ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ, നിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു തൃപ്തികരമാവണ്ണം എനിക്ക് മാത്രമല്ല കേൾക്കുന്നവർക്ക്, വരുന്നവർക്ക് ഒരു തൃപ്തിയുള്ള ശുശ്രൂഷ ചെയ്തെടുപ്പാൻ ഞാൻ എന്നെ തന്നെ നിന്റെ കരത്തിൽ തരികയാണ്. ഈ ദിവസങ്ങളിൽ പൂർണ്ണമായൊരു ഡെഡിക്കേഷൻ ഞാൻ നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ, കർത്താവ് എന്നെ ഉപയോഗിക്കണമെന്നല്ല, സ്വന്തം ഞാൻ അവനെ ഉപയോഗിക്കണമെന്നല്ല, കർത്താവ് എന്നെ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടി അപ്പോൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നുറുക്കം ഉണ്ടാവും അല്ലേ? ടൈം. അപ്പോൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കയ്യിലെടുക്കുമ്പോൾ ചുമ്മാ എടുക്കത്തില്ല, എന്ത് ചെയ്യും? നമ്മളെ നുറുക്കും. ആ നുറുക്കത്തിൽ നമുക്ക് വേദനയുണ്ട്. കാര്യം നുറുക്കിയാലേ അവൻ്റെ ശക്തി നമ്മുടെ മേൽ പകരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവം ദൈവത്തിന് അറിയാമല്ലോ. നമ്മുടെ ക്യാരക്ടർ അവർ പൊടിയെന്ന്
അവൻ ഓർക്കുന്നു ഞാനും പൊടി. ഹല്ലേലൂയ. നമ്മുടെ ക്യാരക്ടർ എത്രത്തോളം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവം അതിനെ ഫോം ചെയ്ത്, നമുക്കറിയാം നമ്മുടെ ചില പിടിവാശികൾ, നമ്മുടെ കോപങ്ങൾ, ഇതൊക്കെ കൊണ്ട് ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ചിലതിനെ ദൈവം മാറ്റണമെങ്കിൽ ചില നുറുക്കങ്ങൾ ആ സൈഡിൽ ദൈവം തരും. അപ്പോൾ നമ്മൾ നുറുങ്ങുമ്പോൾ നമ്മൾ താഴ്മപ്പെടുമ്പോൾ താഴ്മയുള്ളവർക്കോ ദൈവം അതിനകത്ത് കൃപ കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നമ്മളെ ഫോം ചെയ്യിപ്പിച്ച് നമ്മളെ പ്രാപ്തിയാക്കിയതിന് ശേഷം മാത്രമേ ഒരു സ്റ്റേജിൽ നമ്മളെ കൊണ്ട് നിർത്തത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ദൈവം നിർത്തുകയില്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാപ്തി ഇല്ലാത്ത സ്റ്റേജിൽ ഒരിക്കലും നമ്മളെ കൊണ്ടുപോകില്ല. നമുക്ക് പ്രാപ്തി ഉണ്ടെന്ന് തോന്നുമ്പോൾ ദൈവത്തിന്റെ വാതിലുകൾ തുറക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇത് പകൽ വിശ്വസിക്കുക. ദൈവം നമ്മളെ പ്രാപ്തിയുള്ളവരായി നമ്മളായതല്ല, ദൈവം നമ്മളെ ആക്കി തീർത്തതാണ്. നമ്മൾ പാട്ടുകാരായതല്ല, പ്രസംഗരായതല്ല. ഓ സ്വതന്ത്രം. ഹല്ലേലൂയ. പച്ചവെള്ളത്തോട് ചോദിക്കുക, പച്ചവെള്ളം പറയൂ. ഞാനൊരു പച്ചവെള്ളമായിരുന്നു. അനേകർ എന്നെ കാൽ കഴുകാനാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ നീ എന്നെ നോക്കിയപ്പോൾ ഞാൻ രുചിയുള്ള നല്ല വീഞ്ഞായി മാറിയപ്പോ എന്നെ അങ്ങനെ മാറ്റിയതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഗമണ്ട് കാണിക്കാതിരിക്കാനാണ്. ഗമണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്ന് വെച്ചാൽ ഞാൻ ആയതല്ല, ദൈവം എന്നെ ആക്കി തീർത്തതാണ്. കാര്യം എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും എന്ത് ചെയ്യത്തില്ല. ദൈവം വിട്ടുകൊടുക്കുന്നൊരു ദൈവമല്ല. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഒരിക്കലും നമ്മൾ മഹത്വം കൊടുക്കുന്ന ഇഷ്ടമുള്ള കാര്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം, ഏത് സ്റ്റേജ് ഉപയോഗിച്ചാലും ഹല്ലേലൂയ, അതിനുശേഷം ദൈവം നമ്മളോട് വളരെ താഴ്മയോടെ, കർത്താവ് ഞാൻ എന്നും ഹല്ലേലൂയ ഈ ദേവദാസൻ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, അർഹിക്കാത്ത ഒരു സ്റ്റേജ് തന്നെയാണത്. ഹല്ലേലൂയ. ഐ എം നോട്ട് ഡിസർവ് ഇറ്റ്. ഞാൻ അതിന് യോഗ്യനല്ല. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ഈ പ്ലാറ്റ്ഫോമിനായി ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഓരോ പ്ലാറ്റ്ഫോം ദൈവം ഈ ദിവസങ്ങൾ തരുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകൾക്ക് അതിന് ഞാൻ നന്ദി പറയും. അതിനകത്ത് നമ്മൾ പണത്തിലല്ല ഹല്ലേലൂയ, പക്ഷേ ദൈവം തരുന്നതിനനുസരിച്ച് ഹല്ലേലൂയ സ്വന്തം ദൈവത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം ഈ കാലഘട്ടങ്ങൾ ദൈവം കൃപ തരുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം ഇവിടെ എഴുതിയിരിക്കുന്നു, അവർക്ക് തൃപ്തിയായ ശേഷം ശിഷ്യന്മാരുടെ ശേഷ കഷണമെന്ന് ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുക. അവിടെ ഒന്ന് പോയിന്റാണ് കേട്ടോ. ദൈവം നമുക്ക് നന്മകൾ തരും, പക്ഷെ നഷ്ടമാക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ള കാര്യമല്ല. അവിടെ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. അതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം, വിശ്വസ്തനായ ഒരു മനുഷ്യനാണ് ദാനിയേൽ. 6-ാം അധ്യായം 10-ാം വാക്യം. അവിടെ 6-ന്റെ-10 കൂടെ എനിക്ക് ശുശ്രൂഷ സമയം പോകാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തുക. 6-ന്റെ-10 ദാനിയേൽ പ്രതികൂലം വന്നപ്പോൾ ഇട്ടിട്ട് പോയെന്നല്ല, അവൻ യെരൂശലേമിൻ്റെ വാതിൽ തുറന്നു വെച്ചിട്ട് മുട്ടുകുത്തി അവൻ ദൈവത്തോട് എന്ത് ചെയ്തെന്നാ പറഞ്ഞേ? എന്താ? നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം ദാനിയേൽ, അവിടെ ഞാൻ വരാം, പക്ഷെ ഇവിടെ പറയുന്നു ഒന്നും നഷ്ടമാക്കാതെ ശേഖരിക്കുവീൻ. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ ആരുടെ ആത്മാക്കളെ നഷ്ടമാക്കരുത്, കൃപാവരങ്ങളെ നഷ്ടമാക്കരുത്, എല്ലാം ശേഖരിച്ച് വെക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു മുടിയൻ പുത്രനെ അറിയാമല്ലോ, അവൻ്റെ സ്വത്തൊക്കെ ശേഖരിച്ച് അവൻ തന്നെ അതെല്ലാം നഷ്ടമാക്കി കളഞ്ഞു. നഷ്ടമാക്കിയപ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം ഏറിയ നഷ്ടം അവൻ്റെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് ഇന്ന് പകലിൽ നിനക്ക് പ്രാപ്തി എന്ന് തോന്നുമ്പോൾ, ചിലത് ഹല്ലേലൂയ നഷ്ടം വരുത്താതിരിക്കുന്നു എന്നുള്ളൊരു മെച്യൂർ ആകുമ്പോൾ, പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. നീ നഷ്ടമാക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവിന് ബോധ്യം വരുമ്പോൾ പുതിയ ചിലത് നിന്റെ കരത്തിലേൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് പകലിൽ അതിനെ സ്വന്തം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. ഒന്നും എന്ത് ചെയ്യരുത്, നഷ്ടമാക്കരുത്. മുടിയൻപുത്രൻ എന്ത് ചെയ്തു? കിട്ടുന്ന എല്ലാം കൊണ്ട് എന്ത് ചെയ്തു? നഷ്ടമാക്കി. ഇതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം വരെ ദൈവം ഒന്നും തരത്തില്ല. സമ്പത്തായാലും ശരി, വീടായാലും ശരി, ആത്മാക്കളായാലും ശരി. ആത്മാക്കളെ തന്നാൽ ഇത് നഷ്ടപ്പെടുത്തിയാലോ? അതാണ് അവിടെ പറയുന്ന ദാനിയേലിനെ കുറിച്ച്. അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് യാതൊരു കുറ്റവും കുറവും അവനിൽ എന്തില്ല, കാണാൻ പറ്റിയില്ല. നാട്ടുകാരെല്ലാം നോക്കി, അല്ല ദൈവത്തെ ആരാധിക്കുന്ന അല്ലാതെ. അപ്പോൾ വിശ്വസ്തരുടെ മേർക്ക് മാത്രമേ നഷ്ടം ഹല്ലേലൂയ വരുത്താതിരിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്വസ്തരാണോ? ഹല്ലേലൂയ. അതിനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളൊരു നഷ്ടമല്ല, ദൈവസഭയ്ക്ക് നമ്മളൊരു ലാഭമാണ്. ഹല്ലേലൂയ. നീ ഒരു നഷ്ടമല്ല, നിന്റെ സഭ ഈ ദേശത്തിന് നഷ്ടമല്ല. ഈ സഭയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ അനേക ആത്മാക്കളെ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിനാണ് ദാനിയേലിനെ ദൈവം പൊക്കിയെടുത്തത്. ഇന്ന് പകലിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്ത് എന്തിനെന്നറിയാമോ? ദേശത്തിന് നഷ്ടം വരാതിരിക്കാൻ, നിന്റെ സഭയ്ക്ക്, കുടുംബത്തിന്, നീ പാർക്കുന്ന ഇടങ്ങൾക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവം നിന്നെ തിരഞ്ഞെടുത്തതിനാൽ ഞാൻ നിന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
കർത്താവിനറിയാം, ആ മകളെ തിരഞ്ഞെടുത്താൽ എനിക്ക് നഷ്ടം ഉണ്ടാകുകയില്ല, എൻ്റെ ദൈവരാജ്യത്തിന് അവൾ ലാഭമായി മാറും. ദാനിയേലിനെ അതാ തെരഞ്ഞെടുത്ത് വെച്ചത്. 120 ഒരു പ്രസിഡന്റായിട്ട് പ്രധാന ദേശാധിപന്മാരിൽ ഒരുവനായി ദൈവം തിരഞ്ഞെടുത്ത് വെച്ചെന്ന് അറിയാമോ? എൻ്റെ മകൻ, ഞാൻ അവനെ ആക്കിയ സ്ഥാനത്ത് വിശ്വസ്തനായി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് അവനിലൂടെ എന്നെ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ദാനിയേലിനെ ദൈവം തിരഞ്ഞെടുത്താക്കിയത്. ഇന്ന് പകൽ ഞാനൊരു ദൂത് പറയാ, നമ്മളിലൂടെ ദേശത്തിൽ ദൈവം വെളിപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് ദാനിയേലിന്റെ ദൈവമെന്ന് ഹല്ലേലൂയ നാട്ടുകാർ പറഞ്ഞെങ്കിൽ ഇന്ന് പറയും വിനു ആനന്ദിന്റെ ദൈവം, ശരത് ബാലയുടെ ദൈവം, ഇവിടെ ആയിരിക്കുന്ന സിസ്റ്ററെ നിങ്ങളുടെ ദൈവമെന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി സ്തോത്രം വെളിപ്പെടുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ നഷ്ടം വരാതിരിക്കാനാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. അവിടെ പറയുന്നു, അതല്ലേ ഒരു ബ്രഹ്മ നഷ്ടപ്പെടുത്തിയ സ്ത്രീ എന്താ ചെയ്തത്? അവൾ വീട് അടിച്ചു വാരി, ഡിസോർഡറിൽ കിടന്ന വീടിന് എന്ത് ചെയ്തു? അടിച്ചു വാരി. ആ സ്വത്രം കിട്ടുന്നത് വരെ എന്ത് ചെയ്തു? അതിനെ തേടിയെടുത്തു, അല്ലേ? നേടിയെടുത്തു. കണ്ടോ? അപ്പോൾ ഇന്ന് പകലിൽ നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് നമ്മളെ തന്നെ ടോർച്ച് ലൈറ്റ്, വചനമാകുന്ന ടോർച്ച് ലൈറ്റ് അല്ലെങ്കിൽ അങ്ങോട്ടടിക്കുന്നതിന് പകരം നേരെ നമ്മുടെ മുഖത്തേക്ക് അടിച്ച്, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് പ്രതിബിംബിക്കുന്നത് എൻ്റെ കുറവെന്തെന്ന് കണ്ടുപിടിച്ച്, എവിടെയാണ് എനിക്ക് നഷ്ടമായിട്ട്? എൻ്റെ ബൈബിൾ വായനയാണോ? എൻ്റെ പ്രാർത്ഥനയാണോ? എൻ്റെ വിശുദ്ധ ജീവിതമാണോ? എവിടെയാണ് അപ്പ എൻ്റെ കുറവ്? പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് ആ വീണ് പോയ സ്ഥാനത്ത് നിന്ന് കയറി വന്ന് ദൈവമായിട്ടുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിപ്പാൻ ഇന്ന് പകല് ഞാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ, ദൈവം തന്നതിനെ നഷ്ടമാക്കാതിരിക്കുന്നെങ്കിൽ, ദൈവം 12 കൊട്ട ഇന്ന് പകലിൽ നഷ്ടമാക്കാതിരുന്നാൽ അത് വർധനവിലേക്ക്, 12 കൊട്ടയിലേക്ക്, 12 കൊട്ട നിറച്ചെടുക്കുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ കരം പിടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. റാം ശബനകട്ടെ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നഷ്ടമാക്കാതെ ശേഖരിക്കുന്ന അനുഭവം സഭ ഒരിക്കലും നഷ്ടമല്ല. സഭ ഈ പട്ടണത്തിൽ നിന്ന് ചിലതിനെ ശേഖരിക്കാൻ പോകുകയാണ്. സഭ ഈ പട്ടണത്തിൽ നിന്ന് ചില ആത്മാക്കളെ ശേഖരിക്കാൻ പോകുകയാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന ദൈവത്തിന്റെ വചനപ്രകാരം ഈ ദേശത്തിൽ നിന്ന് ചില ഫലശേഖരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ അത് സംഭവിക്കട്ടെ. ഈ സഭയോട് ഞാൻ പ്രവചിച്ചു പറയാ, ഈ ദേശത്തിൽ നിന്ന് ചിലതിനെ ശേഖരിപ്പാൻ, നഷ്ടമായിട്ട് കിടക്കുന്നതിനെ ശേഖരിപ്പാൻ ഈ സഭയെ പരിശുദ്ധാത്മ ഉപയോഗിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? ഈ ദേശത്തിൽ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഹല്ലേലൂയ ആർക്കും വേണ്ടാതെ എല്ലാ ജീവച്ഛവമായി ഹല്ലേലൂയ എരിഹോവിൽ പോയ ആ സ്തോത്ര മനുഷ്യനെ പോലെ ജീവച്ഛവമാക്കിയിട്ടിരിക്കുന്നതിനെ ചിലതിനെ സത്രത്തിൽ കയറ്റുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ ഈ സഭയെ, ഈ പട്ടണത്തിന് വേണ്ടി ദൈവം അങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നു. ആ കരങ്ങളിലേക്ക് ഇന്ന് പകലിൽ ആ ശുദ്ധിയുള്ള, ആ അനുഗ്രഹിക്കുന്ന, ആ വീടാത്ത കരത്തിലേക്ക് സഭയെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അവൻ അപ്പത്തെ എടുത്ത് വാഴ്ത്തി നുറുക്കി 5000 പേർക്ക്. കണ്ടോ? അതിൻ്റെ ക്ലൈമാക്സിനെ ദൈവം മാറ്റി. പറഞ്ഞേ, ക്ലൈമാക്സ് മാറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവ സാഹചര്യങ്ങളെ തിരിക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചോ? അല്ല, നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് സഭയെ ദൈവം തിരിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പ്ലാൻ, ആ അഞ്ചപ്പത്തിനെ കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാന് 5000 പുരുഷന്മാരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ പ്ലാൻ എങ്കിൽ, ഈ സഭയെക്കുറിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവം എന്ത് പ്ലാൻ ചെയ്തോ അത് ഈ സംഭവം ഈ സെപ്റ്റംബർ തീരുന്നതിന് മുൻപ് ഈ മാസത്തിൽ ദൈവം പ്ലാൻ ചെയ്തതിനെ ദൈവം തുറക്കുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയട്ടെ. സെപ്റ്റംബർ മാസത്തിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തി ശക്തിയോടെ ഈ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ഒന്നും നഷ്ടമാക്കാതെ എന്ത് ചെയ്യണം? ശേഖരിക്കുവിൻ എന്ന് പറഞ്ഞു. 5 യൗവനത്തിൽ നിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു, 12 കൊട്ട നിറച്ചു. പറഞ്ഞ് നിറയ്ക്കും. ഹല്ലേലൂയ. നിറയ്ക്കും. എൻ്റെ ചർച്ചിൽ എനിക്ക് ഈ വചനം എനിക്ക് വെളിപ്പെട്ടത് എനിക്ക് ഭയങ്കര കാര്യം. ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് ആ കസാര മുഴുവനും ദൈവം നിറച്ചു. ഹല്ലേലൂയ. അപ്പോൾ വചനം ചുമ്മാതാണോ? വചനം അതിൻ്റെ കാര്യത്തെ സാധിപ്പിക്കും.
കാര്യം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് പുറപ്പെടുന്നത് പോലെ അതതിൻ്റെ കാര്യം ഈ അന്തരീക്ഷത്തിൽ ഞാനതിനെ ഡിക്ലെയർ ചെയ്യുന്നു. സ്തോത്രം. അങ്ങ് ജീവന്റെ സമൃദ്ധിയുടെ ദൈവമാണ്. ഇന്ന് പകൽ ഇതിനകത്ത് ആ ജീവന്റെ ആത്മാക്കളുടെ സമൃദ്ധിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിഷിക്തന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഇതിനകത്ത് ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വർദ്ധനവ് യേശുവിന്റെ നാമത്തിൽ. ആത്മാക്കളിൽ വർദ്ധനവ്, കൃപാവരങ്ങളിൽ വർദ്ധനവ്, ടാലന്റുകളിൽ വർദ്ധനവ്, എല്ലാ നിലവിലും വലിയ വർദ്ധനവ്. ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും യേശുവിന്റെ നാമത്തിൽ ഈ സഭ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയും ഉപവാസവും കൃത്യമായി സഭയുടെ വർദ്ധനവിന് കാരണമാണ്. പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ്, ഹല്ലേലൂയ, ഒരു സഭയുടെ നട്ടെല്ലാണ്. കഴിഞ്ഞ ദിവസം 3 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുടുംബം ഇങ്ങോട്ട്, അതായത് എത്രയോ വർഷം ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയ ഒരു കുടുംബമാണ്. അവർ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ വരുന്നെങ്കിൽ പാസ്റ്റർ ചർച്ചിൽ വരാം. വലിയ കഴിവും എടുക്കും കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്, എന്തോ ദൈവം അവിടെ ഇടപെട്ടു. എനിക്ക് മനസ്സിലായി ഡയബറ്റിക് ഒരു പേഷ്യൻസ് ആണുണ്ട്, എങ്കിൽ ദൈവം സൗഖ്യമാക്കും. എങ്കിൽ പോലും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവമേ വീണു പോകുമോ എന്നൊക്കെ ഭയം മാനസികമായിട്ടുണ്ടല്ലോ നമുക്ക്. എങ്കിലും പ്രാർത്ഥിച്ചു ദൈവസന്നിധി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ക്ഷമിക്കണം. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു, കരഞ്ഞു. പക്ഷെ അവർ ഇങ്ങോട്ട് വിളിച്ച് ആലയത്തിലേക്ക് കടന്നു വന്നു. എത്രയോ വർഷം ദൈവത്തിൽ നിന്ന് അകന്നു പോയവർ ഇപ്പോൾ എല്ലാവരും കൂടെ കൂട്ടി, മരുമക്കളും മക്കളെല്ലാവരും കൂട്ടി ഒരു 8-10 പേർ ആലയത്തിൽ കയറി വന്നു. ഹല്ലേലൂയ. അത് ഈ പൊക്കമുള്ള ഒരു ആലയത്തിൽ, ഇത്രയും സൗകര്യമുള്ള ഒരു ആലയം ഇവിടെ ഈ പട്ടണത്തിലുള്ളപ്പോൾ നിങ്ങൾ ഉപവസിക്കുക, പ്രാർത്ഥിച്ചാൽ എത്രയധികം ആൾക്കാരെ വിദൂരങ്ങളിൽ നിന്ന് പോലും കർത്താവ് ഇതിനകത്ത് കൊണ്ടുവരുവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി കർത്താവ് അത്ഭുതം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തിക്കാൻ ഈ ദിവസങ്ങളിൽ ഒരുങ്ങുക. അവൻ നമ്മളെ സ്വന്തം ഹല്ലേലൂയ വർദ്ധനവിക്കാൻ ഹല്ലേലൂയ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഞാനിവിടെ സമയം നിർത്തുകയാണ്. അടുത്ത സ്വന്തം അതേ സ്വത്രവാക്യം തന്നെ ദാനിയേൽ 6:10 ഇതാണ് ചെയ്തത്. പ്രതികൂലത്തിൻ്റെ നടുവിൽ ദാനിയേൽ എന്ത് ചെയ്തു? അവൻ സ്തോത്രം ചെയ്തു. സ്തോത്രം, നന്ദി പറഞ്ഞു. നമുക്ക് ബുദ്ധിമുട്ടാണ് പ്രതിസന്ധികളുടെ നടുവിൽ നന്ദി പറയാൻ. ഇവിടെ നാളെ മരിക്കാനിട്ടിരിക്കുക, സിംഹത്തിൻ്റെ കൂട് തയ്യാറായി കിടക്കുക. പക്ഷേ ദാനിയേൽ എന്താ ചെയ്തത്? ഇത്രയും ബിസി ഷെഡ്യൂൾ, അതാണ് എനിക്ക് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ കാര്യം നോക്കുന്ന ഇത്രയും ബിസി ഷെഡ്യൂളുള്ള മനുഷ്യൻ 3 നേരം കൃത്യമായി പ്രാർത്ഥിച്ചെന്ന്. നമ്മളെ കൊണ്ട് പറ്റുമോ? ബിസി ഷെഡ്യൂളുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. 35 ഞാൻ ചർച്ചയിൽ പറയും, വലിയ 60-ൻ്റെ TV വാങ്ങിച്ച് വെക്കാൻ ഹാളുണ്ട്. പക്ഷേ വീട്ടിനകത്ത് പ്രാർത്ഥനാ റൂമില്ല. ഹിന്ദുക്കളെ നോക്കാം, അവർക്ക് കൃത്യമായ ഒരു പ്രാർത്ഥനാ റൂമുണ്ട്. അതിനകത്ത് കൃത്യമായി പ്രാർത്ഥിച്ചിരിക്കും. ഞാൻ പറയട്ടെ ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്കായി നമുക്കൊരു റൂം തന്നെ കർത്താവിന് വേണ്ടി മാറ്റി വയ്ക്കണം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് നല്ല വീടുകൾ ദൈവം തന്നിട്ടുണ്ട്, നന്ദി പറയണം. ആ ഭവനത്തിൽ ഇന്ന് കയറുമ്പോൾ കർത്താവ് ഈ വീടിനായി നന്ദി. എന്നിട്ട് അതിനകത്ത് ഒരു റൂം കർത്താവിന് വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, അവിടെ ഇരുന്ന് കരയണം. ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം മുന്നോട്ട് അതിക്രമിച്ചു പോയല്ലോ. ഞാനിവിടെ നിർത്തുകയാണ്. ഒന്ന്, ദൈവസന്നിധിയിൽ നമ്മൾ എല്ലാ സാഹചര്യത്തിലും ഞാൻ അതാണ് എൻ്റെ കുറിവാക്കി, എല്ലാ സാഹചര്യത്തിലും സ്തോത്രം ചെയ്യുക. ഓൾ സർക്കംസ്റ്റൻസ്. ഇവിടെ 5 അപ്പം 2 മീനേ ഉള്ളൂ, പക്ഷേ യേശു എടുത്ത് അതിനെ സ്തോത്രം ചെയ്തു. രണ്ടാമത് ദാനിയേലിനെ കടന്നു വരുമ്പോൾ ദാനിയേൽ പ്രതികൂലത്തിൻ്റെ നടുവിലും സിംഹക്കൂട്ടിൽ ഇടാൻ അവന് കൽപ്പന വിരോധമായി എഴുതിയിട്ടും അവൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നന്ദി പറഞ്ഞാൽ, ഏത് സാഹചര്യത്തിലും നന്ദി പറഞ്ഞാൽ, നന്ദി പറച്ചിലിനകത്ത് വലിയ വിടുതൽ നമുക്ക് വേണ്ടി മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. നന്ദി പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം തൻ്റെ ദൂതനെ അവൻ്റെ ജീവിതത്തിൽ ഒരു ഇഞ്ചുറി, ഒരു കേടുപാട് സംഭവിക്കാതെ ദൈവം തൻ്റെ ഭക്തനെ സൂക്ഷിച്ചു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവിൻ്റെ കണ്ണിലേക്ക് നമുക്ക് സന്നിധിയിൽ എഴുന്നേൽക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഏത് സാഹചര്യത്തിലും കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാൻ എന്നെ ഒരുക്കണമെന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഏതെങ്കിലും അവസ്ഥകൾ നമ്മൾ അറിയാതെ അറിഞ്ഞുകൊണ്ടോ കർത്താവിനോട് പിറുപിറുത്തു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചാട്ടെ. ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ചില കടികട്ടിയേറിയ ദാനിയേലിനെ പോലെ മരണത്തിൻ്റെ മുഖാമുഖങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കണ്ടപ്പോൾ നമ്മുടെ ജീവിതം സ്തോത്രം ഹല്ലേലൂയ വേദനയുടെ നിരാശയുടെ അനുഭവത്തിൽ സ്തുതിക്കാൻ കഴിയാതെ, നന്ദി പറയാൻ കഴിയാതെ
പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. പിറുപിറുത്ത ജനത്തിന് ഹല്ലേലൂയ സ്തോത്രം എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇത് കൃപായുഗമാകയാൽ ദൈവത്തോട് പറ, കർത്താവേ, നാവ് കൊണ്ട് പറഞ്ഞു പോയ എല്ലാ പിറുപിറുപ്പുകൾക്കും ഇന്ന് പകൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നെ ഒരു നന്ദിയുള്ള മനുഷ്യനാക്കി മാറ്റണമേ, ഒരു നന്ദിയുള്ള പൈതലാക്കി മാറ്റണമേ. ഏത് സാഹചര്യത്തിലും ഞാൻ അങ്ങേ നന്ദിയുള്ളവനായി, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വഹിക്കുന്നവനായി, കഷ്ടത്തിലും നഷ്ടത്തിലും വേദനയിലും നിരാശയിലും ഉയർച്ചയിലും താഴ്ചയിലും ഒറ്റപ്പെടലിലും എല്ലാ സാഹചര്യങ്ങളിലും നന്ദിയുള്ള മകനായി, നന്ദിയുള്ള മകളായി തന്നെ അന്ത്യം വരെ ജീവിപ്പാൻ എൻ്റെ മേൽ ഒരു കൃപ പകരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തോടത് പ്രാർത്ഥിച്ചാട്, എല്ലാവരും പ്രാർത്ഥിച്ചാട്. കർത്താവിനോട്, കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ.